ഓക്കെ, അപ്പോൾ നമ്മൾ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഒരു തിയറമായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. അത് ജസ്റ്റ് ഒന്നും കൂടെ പ്രൂഫ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട്. ഓക്കെ, നോക്കാം. ഈ തിയറം പറയുന്നത് വി ഇൻ ഡബ്ല്യു രണ്ട് വെക്ടർ സ്പേസ് ആണ്. ടി ഈസ് എ ലീനിയർ ട്രാൻസ്ഫർമേഷൻ ഫ്രം വി ടു ഡബ്ല്യു. അങ്ങനെയാണെങ്കിൽ ടി ഇൻവെർട്ടിബിൾ ആണെങ്കിൽ ടി ഇൻവേഴ്സും ലീനിയർ ആണെന്ന് കാണിക്കണ്ടേ. ടി ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആണെങ്കിൽ ടി ഇൻവേഴ്സും ലീനിയർ ആണെന്ന് കാണിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു ടി ഇൻവേഴ്സ് ഫ്രം വി ഇൻറ്റു ഡബ്ല്യു ഇസ് എ. ഇപ്പൊ നമുക്ക് ഗീവൺ എന്താണ്, ടി ഇൻവെർട്ടിബിൾ ആണെന്നുണ്ട്. അതായത് ടി ഇൻവെർട്ടിബിൾ മീൻസ് ടി ഈസ് 1 1 ആൻഡ് 1 2. When t is 1 1 and 1 2, then t is invertible. That means എന്താ മീനിങ്? If t is invertible means there exists a unique inverse function t inverse from w on to v such that t into t inverse identity ആയിരിക്കും. ടി ഒരു ട്രാൻസ്ഫർമേഷൻ ആണ്. ടി ഇൻവെർട്ടിബിൾ എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ടി ഇൻവേഴ്സ് സച്ച് ദാറ്റ് ടി ഇൻറ്റു ടി ഇൻവേഴ്സ് എടുത്താൽ ഐഡന്റിറ്റി ട്രാൻസ്ഫർമേഷൻ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ we need to prove that if t invertible, then t inverse is also a linear transformation. T is a linear transformation, and if t invertible, a linear transformation which is invertible, then t inverse is also linear transformation. ഓക്കെ, കാര്യം ടി ഇൻവെർട്ടിബിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് ടി ഇൻവേഴ്സിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റൂ. ടി ഇൻവേഴ്സ് ഈസ് എ ഫംഗ്ഷൻ. ഇപ്പൊ ടി ഫ്രം വി ഇൻറ്റു ഡബ്ല്യു ആണെങ്കിൽ ടി ഇൻവേഴ്സ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം ഡബ്ല്യു ഓൺ ടു വി ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് വി നീഡ് ടു പ്രൂവ് ദാറ്റ് ടി ഇൻവേഴ്സ് ഈസ് ലീനിയർ. അപ്പൊ ടി ലീനിയർ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ചെയ്യുക, ലെറ്റ് ടു വെക്ടേഴ്സ് ഫ്രം ഡൊമൈനിൽ എടുക്കും. ടി ഫ്രം വി ടു ഡബ്ല്യു ആണെങ്കിൽ നമ്മൾ ആൽഫ 1 ആൽഫ 2 ഫ്രം വി ആൻഡ് സ്കെയിലർ സി ഇൻ എഫ് എടുക്കും. ദെൻ ടി ഓ സി ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു ടി ആൽഫ പ്ലസ് ടി ബീറ്റ എന്ന് ഷോ ചെയ്താൽ ടി ലീനിയർ ആവും. ഇവിടെ ടി ഇൻവേഴ്സ് ഫ്രം ഡബ്ല്യു ഓൺ ടു വി ആണ്. സോ നമ്മൾ ഡബ്ല്യൂയിൽ നിന്ന് രണ്ട് വെക്ടർ ബീറ്റ 1 ബീറ്റ 2 ചൂസ് ചെയ്യുന്നു ആൻഡ് സി ഇൻ എഫ് എടുക്കുന്നു. ദെൻ ടി ഇൻവേഴ്സ് ഓഫ് സി ബീറ്റ 1 പ്ലസ് ബീറ്റ 2 കമ്പ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ സി ഇൻറ്റു ടി ഇൻവേഴ്സ് ഓഫ് ബീറ്റ 1 പ്ലസ് ടി ഇൻവേഴ്സ് ഓഫ് ബീറ്റ 2 എന്ന് ഷോ ചെയ്യാൻ പറ്റിയാൽ ദെൻ ടി ഇൻവേഴ്സ് ഈസ് ലീനിയർ. ഓക്കെ, ഓക്കെ, ദെൻ but we need to show this condition is we need to show. Okay, then if beta 1 beta 2 belongs to w ആണെങ്കിൽ then beta 1 beta 2 നമ്മുടെ w ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ആൽഫ 1 ആൽഫ 2 കാണും. ടി ആൽഫ 1 is equal to beta 1 ടി ആൽഫ 2 is equal to beta 2 കാണുന്നത്. അപ്പൊ നമ്മൾ ഈ ടി ഇൻവേഴ്സ് ഓഫ് ബീറ്റ 1 ടി ഇൻവേഴ്സ് ഓഫ് ബീറ്റ 1 ആൽഫ 1 എന്നും ടി ഇൻവേഴ്സ് ഓഫ് ബീറ്റ 2 ആൽഫ 2 എന്നും എടുത്തു. അങ്ങനെയാണെങ്കിൽ ആൽഫ 1 ബി ദ യൂണിക് വെക്ടർ വിച്ച് മാപ്സ് ആൽഫ 1 ഇൻറ്റു വിച്ച് മാപ്സ് ടു ബീറ്റ 1. ദറ്റ് ഈസ് ആൽഫ 1 എന്ന് പറയുന്നത് ടി ഓഫ് ആൽഫ 1 എടുത്താൽ ബീറ്റ കിട്ടും. ദറ്റ് ഈസ് ആൽഫ 1 ഈസ് എ യൂണിക് വെക്ടർ ഇൻ ബി സച്ച് ദാറ്റ് ടി ആൽഫ 1 ഈസ് ഈക്വൽ ടു ബീറ്റ 1. ഓൾസോ ആൽഫ 2 ഈസ് എ വെക്ടർ ഇൻ ബി സച്ച് ദാറ്റ് ടി ആൽഫ 2 ഈസ് ഈക്വൽ ടു ബി 2. ഓക്കെ, സിൻസ് we also know that t is linear. Since t is linear, we can write t of c alpha 1 plus alpha 2 equal to c times t alpha 1 plus t alpha 2. And we know that t of alpha 1 equal to beta 1 and t of alpha 2 is equal to beta 2. So c times t alpha 1 is equal to c beta 1 plus beta 2. That is, we get t of c alpha 1 plus alpha 2 is equal to c beta 1 plus beta 2. That is, we can say that c alpha 1 plus alpha 2 in our domain V maps to the vector c beta 1 plus beta 2. That is, c alpha 1 plus alpha 2 maps to c beta 1 plus beta 2. Okay. അപ്പം നമുക്ക് എന്ത് പറയാം? സി ബീറ്റ 1 ബീറ്റ 2 എന്ന് പറയുന്നത് സി ആൽഫ 1 പ്ലസ് ആൽഫ 2ന്റെ ഇമേജ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ദിസ് വി ക്യാൻ സേ ദാറ്റ് ദിസ് C alpha 1 plus alpha 2. C alpha 1 plus alpha 2 is a unique vector in B such that a unique vector in B T alpha 1 C alpha 1 plus alpha 2 is a unique vector in B, which is that vector which is sent by t into which is sent by t into എങ്ങോട്ട് into
സി ബീറ്റ 1 പ്ലസ് ബീറ്റ 2. അപ്പൊ സി ബീറ്റ 1 പ്ലസ് ബീറ്റ 2 മാപ്പ് ചെയ്യുന്ന ഡൊമെയിനിലെ എലമെന്റ് ആണ് സി ആൽഫ 1 പ്ലസ് ആൽഫ 2. അതിന്റെ അർത്ഥം എന്താ? അപ്പൊ ടി ഓഫ് ദറ്റ് ഈസ് ടി ഓഫ് സി ആൽഫ 1 പ്ലസ് ആൽഫ 2 ഇസ് ഈക്വൽ ടു സി ബീറ്റ 1 പ്ലസ് ബീറ്റ 2. സോ ടി ഇൻവേഴ്സ് ഓഫ് സി ബീറ്റ 1 പ്ലസ് ബീറ്റ 2 ഇസ് ഈക്വൽ ടു സി ആൽഫ 1 പ്ലസ് ആൽഫ 2. ദാറ്റ് ഈസ് ടി ഇൻവേഴ്സ് ഓഫ് സി ബീറ്റ 1 പ്ലസ് ബീറ്റ 2 ഇസ് ഈക്വൽ ടു സി ആൽഫ 1 പ്ലസ് ആൽഫ 2. ആൽഫ 1 എന്ന് വെച്ചാൽ എന്താണ്? ടി ഇൻവേഴ്സ് ഓഫ് ബീറ്റ 1 ആണ്. ദാറ്റ് ഈസ് സി ഇൻറ്റു ടി ഇൻവേഴ്സ് ഓഫ് ബീറ്റ 1 പ്ലസ് ടി ഇൻവേഴ്സ് ഓഫ് ബീറ്റ 2. അപ്പൊ നമുക്ക് കിട്ടി ടി ഇൻവേഴ്സ് ഓഫ് സി ബീറ്റ 1 പ്ലസ് ബീറ്റ 2 ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ടി ഇൻവേഴ്സ് ഓഫ് ബീറ്റ 1 പ്ലസ് ടി ഇൻവേഴ്സ് ഓഫ് ബീറ്റ 2. സോ ടി ഇൻവേഴ്സ് ഈസ് ലീനിയർ. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നുമില്ല പ്രൂവ് ചെയ്തത്. നമുക്കറിയാം ടി ഇൻവേഴ്സ് ഡബ്ല്യൂയിൽ നിന്ന് ബിയിലേക്കുള്ള ട്രാൻസ്ഫർമേഷൻ ആണ്. ടി ഇൻവേഴ്സ് ഡൊമൈൻ ഡബ്ല്യു ആണ്. സോ ഡബ്ല്യൂയിൽ നിന്ന് രണ്ട് എലമെന്റ് ബീറ്റ 1 ബീറ്റ 2 ചൂസ് ചെയ്തു. ടി ഇൻവേഴ്സ് ഓഫ് സി ബീറ്റ 1 പ്ലസ് ബീറ്റ 2 ഇസ് ഈക്വൽ ടു സി ടൈംസ് ടി ബീറ്റ 1 പ്ലസ് ടി ബീറ്റ 2. ടി ഇൻവേഴ്സ് ഓഫ് ബീറ്റ 2. ഇനി ടി ഇൻവേഴ്സ് ഓഫ് ബീറ്റ 1 ഞാൻ ആൽഫ 1 എന്ന്, ടി ഇൻവേഴ്സ് ഓഫ് ബീറ്റ 2 ആൽഫ 2 എന്ന് വിളിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആൽഫ 1 എന്ന് പറയുന്നത് യൂണിക് വെക്ടർ ഇൻ ബി സച്ച് ദാറ്റ് ടി ഓഫ് ആൽഫ 1 ഇസ് ഈക്വൽ ടു ബീറ്റ 1. അതുപോലെ തന്നെ ആൽഫ 2 എന്ന് പറയുന്ന യൂണിക് വെക്ടർ ഇൻ ബി സച്ച് ദാറ്റ് ടി ആൽഫ 2 ഇസ് ഈക്വൽ ടു ബീറ്റ 2. സിൻസ് ടി ലീനിയർ ആയതുകൊണ്ട് നമുക്ക് ടി ഓഫ് സി ആൽഫ 1 പ്ലസ് ആൽഫ 2 എടുത്ത് നമുക്ക് സി ബീറ്റ 1 പ്ലസ് ബീറ്റ 2 കിട്ടും. അപ്പോൾ സി ബീറ്റ 1 പ്ലസ് ബീറ്റ 2 പ്രീ ഇമേജ് ആണ് സി ആൽഫ 1 പ്ലസ് ആൽഫ 2. ടി ഇൻവേഴ്സ് ഓഫ് സി ബീറ്റ 1 പ്ലസ് ബീറ്റ 2 എടുത്താൽ ആ സി ആൽഫ 1 പ്ലസ് ആൽഫ 2 ആണ്. ഇനി ആൽഫ 1 എനിക്ക് ടി ഇൻവേഴ്സ് ഓഫ് ബി 1 എന്നും ആൽഫ 2 ടി ഇൻവേഴ്സ് ബീറ്റ 2 എന്ന് പറയാം. സോ ടി ഇൻവേഴ്സ് ഈസ് ലീനിയർ. ഓക്കെ, അപ്പൊ ടി ഇൻവെർട്ടിബിൾ ആണെങ്കിൽ ടി ഇൻവേഴ്സും ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആയിരിക്കും. ഓക്കെ, ഇനി നോട്ട് ടി ഫ്രം വി on to W, T from V on to W, and U from T from V on to W, and U from W on to S. U from T from V on to W, U from V on to W are invertible linear transformations. രണ്ട് invertible linear transformation ആണെങ്കിൽ okay. If T from V on to W and U from W to Z are linear transformations ആണ് and both are invertible ആണെങ്കിൽ and are invertible, രണ്ടും invertible ആണെങ്കിൽ and are invertible അങ്ങനെയാണെങ്കിൽ UT യും invertible ആയിരിക്കും. Then UT is also invertible. Then അതായത് രണ്ടെണ്ണം invertible ആണെങ്കിൽ കോമ്പോസിഷനും invertible ആയിരിക്കും. Then UT is invertible. അതായത് ടി ഫ്രം വി on to W യും U from W on to Z ആണെങ്കിൽ യു ടി എന്ന് പറയുന്നത് യു ടി, അപ്പൊ യു ടി ഫ്രം അത് ടി അപ്ലൈ ചെയ്യണം. ടി ഫ്രം വി ടു ഡബ്ല്യു ആൻഡ് ഡബ്ല്യു ടു ഇസഡ്. അപ്പൊ അത് വി ടു ഇസഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും, അത് ഇൻവെർട്ടിബിൾ ആയിരിക്കും. അപ്പൊ യു ടിയുടെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ യു ടിയുടെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ
ടി ഇൻവേഴ്സ് യു ഇൻവേഴ്സ് ആയിരിക്കും. യു ടി ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ടി ഇൻവേഴ്സ് യു ഇൻവേഴ്സ് ആയിരിക്കും. യു ടി ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ടി ഇൻവേഴ്സ് യു ഇൻവേഴ്സ്. യു ടി ഇൻവേഴ്സ് ഈക്വൽ ടു ടി ഇൻവേഴ്സ് യു ഇൻവേഴ്സ്. യു ടി ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ടി ഇൻവേഴ്സ് യു ഇൻവേഴ്സ്. ഓക്കെ. ഓക്കെ, ഇനി നമ്മൾക്ക് ഇഫ് ടി ഈസ് ലീനിയർ, ഇഫ് ടി ഈസ് ലീനിയർ, ടി ലീനിയർ ആണെങ്കിലേ നമുക്ക് എന്ത് പറയാം? ടി ഓഫ് ആൽഫ മൈനസ് ബീറ്റ എടുത്താൽ എന്ത് വരും? അതിന് നമുക്ക് ടി ആൽഫ മൈനസ് ടി ബീറ്റ എഴുതി കൂടെ? ടി ആൽഫ മൈനസ് ടി ബീറ്റ എന്ന് എഴുതാം. ടി ഓഫ് ആൽഫ മൈനസ് ബി സിക്കൽ ടു ടി ആൽഫ മൈനസ് ടി ബീറ്റ എന്ന് എഴുതാം. അപ്പൊ ടി ആൽഫ മൈനസ് ബീറ്റ, ടി ആൽഫ ഇസിക്കൽ ടു ടി ബീറ്റ ആണെങ്കിൽ എന്ത് പറയാം? അപ്പൊ ടി സപ്പോസ് ടി ആൽഫ ഇസിക്കൽ ടു ടി ബീറ്റ ആണെന്ന് ഇരിക്കട്ടെ, ഇതിവിടെ ഇരിക്കട്ടെ. സപ്പോസ് ടി ആൽഫ ഇസിക്കൽ ടു ടി ബീറ്റ ആണെങ്കിൽ എന്ത് വരും? ടി ഓഫ് ആൽഫ മൈനസ് ബീറ്റ ഇസിക്കൽ ടു 0 എന്ന് വരും അല്ലെ? ഇപ്പുറത്ത് പോയി ഇവിടുന്ന് ടി ആൽഫ ഇസിക്കൽ ടു ടി ബീറ്റ ഇംപ്ലൈസ് ടി ആൽഫ മൈനസ് ടി ബീറ്റ ഇസിക്കൽ ടു 0. ടി ഓഫ് ആൽഫ മൈനസ് ബീറ്റ ഇസിക്കൽ ടു 0 വരും. അപ്പൊ ഇവിടുന്ന് എനിക്ക് ഇപ്പം ടി ഇവിടുന്ന് ടി ഓഫ് ആൽഫ, അപ്പം നമുക്കറിയാം സീറോ വെക്ടറിനെ മാത്രമേ, ഞാൻ ഓൾറെഡി പ്രൂവ് ചെയ്തു, സീറോ വെക്ടറിന്റെ ഇമേജ് സീറോ വെക്ടറിനെ ആയിരിക്കാം. സീറോ വെക്ടറിന്റെ ഇമേജ് എപ്പോഴും 0 ആണ്. ഓക്കെ, ഇനി ഓക്കെ, ഇപ്പം ഇവിടുന്ന് ഇഫ് ആൽഫ മൈനസ് ബീറ്റ 0 ആണെങ്കിൽ, ആൽഫ മൈനസ് ബീറ്റ 0 ആണെങ്കിൽ എന്ത് സംഭവിക്കും? ആൽഫ ഈക്വൽ ടു ബീറ്റ എന്ന് കിട്ടും. ഇപ്പൊ ടി ആൽഫ ഈക്വൽ ടു ടി ബീറ്റ അസ്യൂം ചെയ്യുന്നു. അവിടുന്ന് ആൽഫ ഈക്വൽ ടു ബീറ്റ കിട്ടിയാൽ എന്ത് പറയാം? ടി ഇൻവെർട്ടിബിൾ ആണ്, ആൽഫ ടി 1 ആണെന്ന് പറയാം അല്ലെ? ടി ആൽഫ ഈക്വൽ ടു ടി ബീറ്റ ഇംപ്ലൈസ് ആൽഫ ഈക്വൽ ടു ബീറ്റ എന്ന് കിട്ടിയാൽ ടി 1 ആണ്. അതായത് ടി ആൽഫ ഈക്വൽ ടു ടി ബീറ്റ ഞാൻ എടുത്തു. അപ്പൊ ടി ആൽഫ മൈനസ് ടി ബീറ്റ ഇസിക്കൽ ടു 0 എന്ന് കിട്ടി. ടി ഓഫ് ആൽഫ മൈനസ് ബീറ്റ ഇസിക്കൽ ടു 0 എന്ന് കിട്ടുന്നു. അപ്പൊ അവിടെ ഇപ്പൊ ആൽഫ മൈനസ് ബീറ്റ 0 ആയിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പറയാം ആൽഫ ഈക്വൽ ടു ബീറ്റ ആയിരിക്കും എന്ന് പറയാം അല്ലേ? അല്ലേ? ഇനി ഒരു ഡെഫിനിഷൻ ആണ്. A linear transformation T is non-singular. A linear transformation T is said to be non-singular. Non-singular ന്റെ invertible തന്നെയാണ് meaning. Said to be non-singular. അപ്പം definition ആയിട്ട് ചോദിക്കാം. A linear transformation T is said to be non-singular. Linear transformation T എപ്പോഴാണ് non-singular ആവുന്നത്? എപ്പോഴാണ്? If T gamma അല്ലെങ്കിൽ T alpha is equal to 0 implies gamma is equal to 0. Implies gamma is equal to 0. T gamma is equal to 0 ആവുന്നത് gamma is equal to 0 ആണെങ്കിൽ T is said to be non-singular. A linear transformation T is said to be non-singular if T gamma is equal to 0 implies gamma is equal to 0. A linear transformation T is said to be non-singular if T gamma is equal to 0 implies gamma is equal to 0. That is അതായത് ടി ഗാമ ഇസ് ഈക്വൽ ടു 0 ആവുന്ന സെറ്റ് ഗാമകളെ വിളിക്കുന്ന പേരെന്താ? ഒന്ന് ആലോചിച്ച് നോക്കി. വാട്ട് യു കോൾ സെറ്റോഫാൾ ഗാമ സച്ച് ദാറ്റ് ടി ഗാമ ഇസ് ഈക്വൽ ടു 0 ആവുന്ന ദിസ് സെറ്റിന്റെ പേരെന്താണ്? നൾ സ്പേസ് ഓഫ് ടി. നൾ സ്പേസ് ഓഫ് ടി ആണല്ലോ സെറ്റോഫാൾ ഓൽഫ സച്ച് ദാറ്റ് ടി ആൽഫ ഇസ് ഈക്വൽ ടു 0. സെറ്റോഫാൾ ഗാമ സച്ച് ദാറ്റ് ടി ഗാമ ഇസ് ഈക്വൽ ടു 0 ആവുന്ന സെറ്റിനെ വിളിക്കുന്ന പേരാണ് നൾ സ്പേസ് ഓഫ് ടി. അപ്പൊ ഇവിടെ പറയുന്നത് ടി ഗാമ 0 ആവുന്നത് ഗാമ 0 ആവുമ്പോൾ മാത്രമേ ഉള്ളൂ. അതാണെങ്കിൽ നൾ സ്പേസ് ഓഫ് ടി, ദാറ്റ് ഈസ് നൾ സ്പേസ്, ഇതാണല്ലോ സെറ്റ് ഓഫ് ആൾ ഗാമ സച്ച് ദാറ്റ് ടി ഗാമ ഇസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് നൾ സ്പേസ് ഓഫ് ടി എന്തായിരിക്കും? ടി നോൺ സിംഗുലർ ആണെങ്കിൽ നൾ സ്പേസ് ഓഫ് ടി എന്തായിരിക്കും? നൾ സ്പേസ് ഓഫ് ടി ഈസ് സിംഗിൾട്ടൺ സെറ്റ് 0 മാത്രമേ വരത്തുള്ളൂ. അതായത് ടി ഗാമ 0 ആവുന്നത് ഗാമ 0 ആവുമ്പോൾ മാത്രമേ ഉള്ളൂ. എന്നല്ലേ നമുക്ക് ടി നോൺ സിംഗുലർ ആണെങ്കിൽ നോൺ സിംഗുലർ ഡെഫിനിഷൻ എന്താണ്? ടി ഗാമ ഇസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് ഗാമ ഇസ് ഈക്വൽ ടു 0. ടി ഗാമ 0 ആവുന്നത് ഗാമ 0 ആവുമ്പോൾ മാത്രമാണ്. ടി ഗാമ 0 ആവുന്ന ഗാമകളുടെ കളക്ഷനാണ് നൾ സ്പേസ് ഓഫ് ടി. അങ്ങനെയാണെങ്കിൽ നൾ സ്പേസ് ഓഫ് ടിയിൽ ആര് മാത്രമേ ഉള്ളൂ? 0 മാത്രമേ ഉള്ളൂ. അതായത് ദാറ്റ് ഈസ് ഇൻ ഷോർട്ട്, ചുരുക്കത്തിൽ പറഞ്ഞാൽ എന്താ മീനിങ്? ഇതിന്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത്, if T is non-singular
if T is non-singular, if T is non-singular, if T is non-singular, null space of T, if T is non-singular, null space of T is the singleton set 0. T non-singular ആണെങ്കിൽ null space of T is singleton set 0. അതുപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് T11 എന്ന് പറയുന്ന കേർണൽ ഓഫ് എഫ് സീറോയിലോട്ട് മാപ്പ് ചെയ്യുന്ന എലമെന്റുകൾ 0 മാത്രം ഉള്ളെങ്കിൽ T11 എന്നും പറയും. അപ്പം ഓക്കെ അതുപോലെ നമുക്ക് പറയാം T is 11 if and only if also നമുക്ക് പറയാം T is 11 T11 ആണെങ്കിലും എന്ത് സംഭവിക്കും T is 11 if and only if T is non-singular. T non-singular ആണെങ്കിൽ T11 ആയിരിക്കും. അപ്പോൾ non-singular ആണോ ചെക്ക് ചെയ്യാൻ 11 ആണോ ചെക്ക് ചെയ്താലും മതി. T is 11 if and only if T is non-singular. T is 11 if and only if T is non-singular. ചെക്ക് അപ്പം T11 ആണോ ചെക്ക് ചെയ്താലും എന്തൊക്കെയാ മതി T non-singular ആണോ T non-singular ആണോ ചെക്ക് ചെയ്യാൻ എന്തൊക്കെയാ മതി സ്പേസ് ഓഫ് Tയിൽ 0 മാത്രം ഉള്ളൂ ചെക്ക് ചെയ്താൽ മതി. T non-singular ആണോ ചെക്ക് ചെയ്യാൻ പറഞ്ഞാലും T11 ആണോ ചെക്ക് ചെയ്യാൻ പറഞ്ഞാലും നൾ സ്പേസ് ഓഫ് ടിയിൽ സിംഗിൾട്ടൺ സെറ്റ് 0 മാത്രമേ ഉള്ളൂ നോക്കിയാൽ മതി. നൾ സ്പേസ് ഓഫ് ടി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, ഇനി തിയറം 8. ആ തിയറം 8 പറയുന്നത് ടി ഒരു ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആണ്. ടി നോൺ സിംഗുലർ ആണെങ്കിൽ ടി ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റിലോട്ട് മാപ്പ് ചെയ്യും. അതായത് ഇവിടുത്തെ ഏത് ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് എടുത്താലും അതിന്റെ ഇമേജും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. let T be a linear transformation from V to W. T be a linear transformation from V to W. Then T is non-singular if and only if. Then T is non-singular if and only if. T is non-singular if and only if. T is non-singular if and only if. T carries each linearly independent set. T carries each linearly independent set. T carries each linearly independent set. And each linearly independent subset of V. Each linearly independent subset of V into each linearly independent subset of V onto a linearly independent subset of W. അതായത് അത് ഇമ്പോർട്ടന്റ് തിയറം ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ് തിയറം ആണ്. T നോൺ സിംഗുലർ ആണെങ്കിൽ Vയുടെ ലീനിയർലി ഇൻഡിപെൻഡന്റ് സബ്സെറ്റിനെ Wന്റെ ലീനിയർലി ഇൻഡിപെൻഡന്റ് സബ്സെറ്റിലോട്ട് മാപ്പ് ചെയ്യും. T നോൺ സിംഗുലർ ആണെങ്കിൽ ഇമ്പോർട്ടന്റ് ആണ്, Vയുടെ ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റിന്റെ ഇമേജുകൾ Wന്റെ ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റുകളായിരിക്കും. ഇപ്പൊ α1 α2 α n തിയറത്തിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ α1 α2 α n ലീനിയർലി ഇൻഡിപെൻഡന്റ് ഇൻ V ആണെങ്കിൽ അതിന്റെ ഇമേജ് എന്ന് പറയുമ്പോൾ T α1 T α2 എക്സെട്ര T α n ലീനിയർലി ഇൻഡിപെൻഡന്റ് ഇൻ W ആണ് കാണിക്കണം. അപ്പൊ T α1 T α2 T α n ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് കാണിക്കണമെന്ന് എന്ത് ചെയ്യണം? ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ എടുക്കണം. C1 into T α1 C2 into T α2 Cn into T α n is equal to 0 ആണെങ്കിൽ ആ C1 C2 Cn എല്ലാം 0 ആണെന്ന് കാണിക്കണം. ഓക്കെ, proof. First suppose that
അത് സപ്പോസ് ചെയ്യുക. ഫസ്റ്റ് സപ്പോസ് ദാറ്റ് ടി ഈസ് നോൺ സിംഗുലർ. അത് നമ്മൾ ടി നോൺ സിംഗുലർ ആണ് സപ്പോസ് ചെയ്യുന്നത്. ഫസ്റ്റ് സപ്പോസ് ദാറ്റ് ടി ഈസ് നോൺ സിംഗുലർ. ലെറ്റ് എസ് ബി a linearly independent subset of V. Let S be a linearly independent subset of V. Let S be a linearly independent subset of V. S ന്റെ Vയുടെ ഒരു linearly independent subset ആണ് S. And if alpha 1, alpha 2, etc. alpha k are vectors of S. Alpha 1, alpha 2, etc. alpha k are vectors in S. Alpha 1, alpha 2, etc. alpha k are vectors in S. Then നമുക്ക് ഇപ്പൊ ആൽഫ 1, ആൽഫ 2, etc. ആൽഫ എസ് ആണ് ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ്. അങ്ങനെയാണെങ്കിൽ ആൽഫ 1, ആൽഫ 2, etc. ആൽഫ കെ ആണ് ഒരു എലമെന്റ്. അതിന്റെ അർത്ഥം എന്താ? ആൽഫ 1, ആൽഫ 2, etc. ആൽഫ കെ ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ്. അതിന്റെ അർത്ഥം എന്താ? C1 ആൽഫ 1 പ്ലസ് C2 ആൽഫ 2 പ്ലസ് CK ആൽഫ കെ 0 ആണെങ്കിൽ C1, C2, etc. CK എല്ലാം 0 ആണെന്ന് അതിന്റെ മീനിങ്. ഓക്കെ, ഇഫ് ആൽഫ 1, ആൽഫ 2, etc. ആൽഫ കെ ആർ വെക്ടേഴ്സ് ഇൻ എസ്, നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഓക്കെ, നമ്മൾ അസ്യൂം ചെയ്യുന്നത് അത് നമുക്ക് ഇപ്പൊ ടി നോൺ സിംഗുലർ അസ്യൂം ചെയ്തു. ആൽഫ 1, ആൽഫ 2, ആൽഫ n ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ നമുക്ക് we need to show that എന്ത് ടി ആൽഫ 1, ടി ആൽഫ 2, എക്സെട്ര ടി ആൽഫ കെ, ടി ആൽഫ 1, ടി ആൽഫ 2, എക്സെട്ര ടി ആൽഫ കെ ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ്. നമ്മൾ കാണിക്കേണ്ടത് ആൽഫ 1, ആൽഫ 2, എക്സെട്ര ആൽഫ കെ ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടർ ആണെങ്കിൽ അതിന്റെ ഇമേജ് ആയിട്ടുള്ള ടി ആൽഫ 1, ടി ആൽഫ 2, ടി ആൽഫ കെ ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് നമുക്ക് കാണിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ അതിന് ലീനിയർ കോമ്പിനേഷൻ എടുക്കുന്നു. C1 ടി ആൽഫ 1 പ്ലസ് C1 ടി ആൽഫ 1 പ്ലസ് C2 into ടി ആൽഫ 2 പ്ലസ് എക്സെട്ര CK ടി ആൽഫ കെ, CK ടി ആൽഫ കെ is equal to 0. C1 ടി ആൽഫ 1 plus C2 ടി ആൽഫ 2 plus CK ടി ആൽഫ കെ is equal to 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ട്രാൻസ്ഫർമേഷൻ ആയതുകൊണ്ട് C1 into ടി ആൽഫ 1 എന്ന് വെച്ചാൽ ടി ഓഫ് C1 ആൽഫ 1 ആണ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഓരോന്നിനെ ഈ സ്കെയിലറിനെ അകത്ത് കൊടുത്തിട്ട് ടിയെ പുറത്ത് എഴുതാം. ഇത് ടി ഓഫ് C1 ആൽഫ 1 പ്ലസ് ടി ഓഫ് C2 ആൽഫ 2 പ്ലസ് എക്സെട്ര ടി ഓഫ് CK ആൽഫ കെ is equal to 0. ഇനിയുള്ള കാര്യം എന്ന് വെച്ചാൽ ടി ഓഫ് എ പ്ലസ് ടി ഓഫ് ബി പ്ലസ് ടി ഓഫ് സി എന്ന് പറഞ്ഞാൽ ഫുൾ ടി ഓഫ് എ പ്ലസ് ബി പ്ലസ് സി സിക്കൽ 0 അല്ല. ലീനിയർ ആണെങ്കിൽ ടി ഓഫ് ആൽഫ പ്ലസ് ബീറ്റ ഇസിക്കൽ ടി ആൽഫ പ്ലസ് ടി ബീറ്റ ആണ്. ടി ആൽഫ പ്ലസ് ടി ബീറ്റ ഇസിക്കൽ ടു ടി ഓഫ് ആൽഫ പ്ലസ് ബീറ്റ ആണ്. ടി ഓഫ് C1 ആൽഫ 1 പ്ലസ് C2 ആൽഫ 2 പ്ലസ് എക്സെട്ര CK ആൽഫ കെ, ടി ഓഫ് C1 ആൽഫ 1 പ്ലസ് C2 ആൽഫ 2 പ്ലസ് CK ആൽഫ കെ ഇസിക്കൽ ടു ടി ഓഫ് C1 ആൽഫ 1 പ്ലസ് C2 ആൽഫ 2 പ്ലസ് CK ആൽഫ കെ ഇസിക്കൽ ടു 0. ആൻഡ് okay, since T is non-singular, T എന്താ നമ്മൾ അസ്യൂം ചെയ്തേക്കുന്നത്? T non-singular ആണ് അസ്യൂം ചെയ്തേക്കുന്നത്. T non-singular ആണെങ്കിൽ എന്ത് സംഭവിക്കും? T of alpha 0 ആണെങ്കിൽ ആൽഫ 0 ആയിരിക്കും. അങ്ങനല്ലേ പറഞ്ഞു? സോ ഈ ആൽഫ 0 ആയിരിക്കും. സോ എന്ത് വരും? T non-singular ആയതുകൊണ്ട് C1 ആൽഫ 1 പ്ലസ് C2 ആൽഫ 2 പ്ലസ് എക്സെട്ര CK ആൽഫ കെ is equal to 0 ആയിരിക്കും. ബട്ട് ആൽഫ 1, ആൽഫ 2, എക്സെട്ര ആൽഫ കെ എന്താണ്? ഇൻഡിപെൻഡന്റ് ആണ്, ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. ആൽഫ 1, ആൽഫ 2, എക്സെട്ര ആൽഫ കെ ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ്. അപ്പം ബൈ ഡെഫിനിഷൻ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻസ് C1 പ്ലസ് C1 C2 എക്സെട്ര CK is equal to 0. വിച്ച് ഇംപ്ലൈസ്, അപ്പം നമ്മൾ അസ്യൂം ചെയ്തത് എന്താ? C1 into ടി ആൽഫ 1 പ്ലസ് C2 into ടി ആൽഫ 2 പ്ലസ് CK into ടി ആൽഫ കെ 0 അസ്യൂം ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? C1, C2, etc. CK എല്ലാം 0 ആണ് കിട്ടി. വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ടി ആൽഫ 1, ടി ആൽഫ 2, എക്സെട്ര ടി ആൽഫ കെ ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ്. ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ടി നോൺ സിംഗുലർ ആണെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റിന്റെ ഇമേജ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് ടി നോൺ സിംഗുലർ ആണെന്ന്. അങ്ങനെയാണെങ്കിൽ എസ് നമ്മുടെ ബിയുടെ ഒരു ലീനിയർലി ഇൻഡിപെൻഡന്റ് സബ്സെറ്റ് ആയിരിക്കട്ടെ. എസിലുള്ള എലമെന്റുകളാണ് ആൽഫ 1, ആൽഫ 2, എക്സെട്ര ആൽഫ കെ അസ്യൂം ചെയ്യുന്നു. Now we need to show that an image of this vectors under T, that is T alpha 1, T alpha 2, etc. T alpha k are
ലീനിയർലി ഇൻഡിപെൻഡന്റ് നമുക്ക് കാണിക്കണം. അതിനുവേണ്ടി ലീനിയർ കോമ്പിനേഷൻ എടുക്കുന്നു. പിന്നെ അടുത്തത് ഓരോന്നിനെയും C1 സ്കെയിലറിന് നമ്മൾ അകത്തോട്ട് കൊടുക്കുന്നു. ഇപ്പൊ T of C1 alpha 1, T of C2 alpha 2, T of Ck alpha k is equal to 0. ഇപ്പൊ T of C1 alpha 1 plus C2 alpha 2 plus Ck alpha k is equal to 0. Since T നോൺ സിംഗുലർ ആയതുകൊണ്ട് T of ആൽഫ 0 ആണെങ്കിൽ ആൽഫ 0 ആയിരിക്കും. സോ ദിസ് C കോമ്പിനേഷൻ 0 ആയിരിക്കും. C1 alpha 1 plus C2 alpha 2 plus Ck alpha k 0 ആയി. അതിന്റെ അർത്ഥം സ്കെയിലാറുകളെല്ലാം 0 ആണെന്ന്. കാര്യം ഈ ആൽഫ 1 ആൽഫ 2 ആൽഫ k ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട്. സോ we can say that T alpha 1, T alpha 2 etc. D alpha k are linearly independent. Okay. അപ്പോൾ നമുക്ക് പറയാം if T is ഒരു പാർട്ട് പ്രൂവ് ചെയ്തു, if T is നോൺ സിംഗുലർ, T നോൺ സിംഗുലർ ആണെങ്കിൽ എന്ത് സംഭവിക്കും? T maps linearly independent set in B to linearly independent set in W. അത് പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് ഇത് if and only if ആയിരുന്നു തിയറം അല്ല. ഓക്കെ, if and only if ആണ്. T is non singular if and only if T carries linearly independent set to linearly independent set in W. അങ്ങനെ നമുക്ക് തിരിച്ചിട്ട് പ്രൂവ് ചെയ്യണം. കോൺവേഴ്സ് പാർട്ട് പ്രൂവ് ചെയ്യണം. T linearly independent subset of VA linearly independent subset of W ലോട്ട് മാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ T നോൺ സിംഗുലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ കോൺവേഴ്സ് പാർട്ട്. Suppose T carries independent subset onto independent subset. Suppose T carries independent subset onto independent subset onto independent subset. Suppose T carries independent subset onto independent subset. Okay. Then the set is consisting of one. Okay, അപ്പോൾ suppose okay ഇനി ഓക്കെ അപ്പോൾ നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യണം ടി എന്താണെന്ന് പ്രൂവ് ചെയ്യണം? ടി സിംഗുലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ ടി ആണെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റിലോട്ട് മാത്രമേ മാപ്പ് ചെയ്യത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ടി നോൺ സിംഗുലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, നമ്മൾ പ്രൂഫ് തുടങ്ങുന്നു. ലെറ്റ് ആൽഫ ബി എ നോൺ സീറോ വെക്ടർ ഇൻ വി. ലെറ്റ് ആൽഫ ബി എ നോൺ സീറോ വെക്ടർ ഇൻ വി. വിയിലുള്ള ഒരു നോൺ സീറോ വെക്ടർ ആണ് ആൽഫ. ലെറ്റ് ആൽഫ ബി എ നോൺ സീറോ വെക്ടർ ഇൻ വി. Okay, then the set S containing one vector, set X containing one vector containing one ഒറ്റ വെക്ടർ മാത്രമുള്ള സെറ്റ് എന്തായിരിക്കും? one vector alpha is linearly dependent ആയിരിക്കും, ഇൻഡിപെൻഡന്റ് ആയിരിക്കും. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്, ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. C1 അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ C1 ആൽഫ 0 ആണെങ്കിൽ എന്തായാലും C1 എന്തായി പോവും? ആൽഫ നോൺ സീറോ എടുക്കുന്നത്. ആൽഫ നോൺ സീറോ ആണ്, വെക്ടർ നോൺ സീറോ ആണ്. ഇപ്പൊ C1 ആൽഫ 0 ആണെങ്കിൽ C1 എന്തായാലും 0 ആയിരിക്കും. കാര്യം ആൽഫ എന്ന് പറഞ്ഞാൽ 0/C1 വരും. 0/C1 C1 0 ആയിരിക്കും. അപ്പം ആൽഫയുടെ ലീനിയർ കോമ്പിനേഷൻ 0 ആയപ്പോൾ C1 0 ആവുന്നു. അപ്പോൾ ഈ സെറ്റ് കണ്ടെയ്നിങ് ഓൺലി വൺ വെക്ടർ ഈസ് ഓൾവേസ് ലീനിയർലി ഇൻഡിപെൻഡന്റ്. ഓക്കെ, let alpha be a non-zero vector in V, then the set containing one vector is linearly independent. Okay, on vector alpha is linearly independent. Let alpha be a non-zero. Okay. അപ്പോൾ ആൽഫ ബി എ നോൺ സീറോ ചൂസ് ഒരു നോൺ സീറോ വെക്ടർ ആൽഫ ചൂസ് ചെയ്തു. അപ്പോൾ ഒറ്റ വെക്ടറിനെ കണ്ടെയ്ൻ ചെയ്യുന്ന സെറ്റ് എന്തായാലും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ ഇമേജ് അപ്പൊ നമ്മളിപ്പോ അസ്യൂം ചെയ്ത് എന്താ, അപ്പൊ ആൽഫ മാത്രമുള്ള സെറ്റ് എടുത്തു, അങ്ങനെയാണെങ്കിൽ ആൽഫ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. നമ്മുടെ അസംഷൻ ഈ ഇപ്പൊ എടുത്തേക്കുന്ന ടി ആണെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റിനെ എല്ലാം ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. സോ ടി ആൽഫ എന്തായിരിക്കും? സോ the image T alpha. So the image T alpha is independent ആയിരിക്കും. ടി ആൽഫ മാത്രം എടുത്താൽ അതും ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് ടി ആൽഫയുടെ വാല്യൂ 0 ആവാൻ പറ്റുമോ? ഇല്ല. സിംഗിൾട്ടൺ സെറ്റ് 0 ഡിപെൻഡന്റ് ആണ്, നമ്മൾ ഓൾറെഡി കണ്ടു. കാര്യം 0യെ നമുക്ക് ഏത് വെക്ടറിൽ ഏത് കോമ്പിനേഷൻ വേണമെങ്കിലും എഴുതാൻ പറ്റും. സിംഗിൾട്ടൺ C1 × 0 0 ആയാൽ C1 0 ആവണമെന്നില്ലല്ലോ. C1 നോൺ സീറോ ആയിരുന്നെങ്കിലും C1 0 0 ആവും. അപ്പൊ സിംഗിൾട്ടൺ സെറ്റ് 0 എപ്പോഴും ഡിപെൻഡന്റ് ആയിരിക്കും. അപ്പൊ ടി ആൽഫയ്ക്ക് എന്താവാൻ പറ്റൂല? 0 ആവാൻ പറ്റൂല. ടി ആൽഫ ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് സോ ടി ആൽഫ നോട്ട് ഈക്വൽ ടു 0. കാരണം എന്താ? because the set containing 0 vector alone is linearly dependent. Because the set containing 0 vectorനെ മാത്രം കണ്ടെയ്ൻ ചെയ്യുന്ന സെറ്റ് എപ്പോഴും എന്തായിരിക്കും? ലീനിയർലി ഡിപെൻഡന്റ്. ബൈ ദിസ് റീസൺ, because the set containing 0 vector alone is dependent. 0 vector alone is dependent. Okay. അപ്പോ ടി ആൽഫ ഒരിക്കലും 0 ആവത്തില്ല. ഇമേജ് ഇപ്പൊ ആൽഫ 0 അല്ലെങ്കിൽ ടി ആൽഫ ഒരിക്കലും 0 ആവൂല എന്ന് എഴുതി. അതിന്റെ അർത്ഥം എന്താ? 0 ആണെങ്കിൽ മാത്രമേ ടി ആൽഫ 0 ആവും. ടി ആൽഫ 0 ആവുന്നത് ആൽഫ എന്താകുമ്പോ മാത്രമാ? 0 ആവുമ്പോ മാത്രമാ. ടി ആൽഫ 0 ആവുന്നത് ആൽഫ 0 ആകുമ്പോൾ മാത്രം. ഇതിനർത്ഥം നൾ സ്പേസ് ഓഫ് ടിയിൽ 0 മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് നൾ സ്പേസ് ഓഫ് ടി. ദാറ്റ് ഈസ് നൾ സ്പേസ് ഓഫ് ടി കണ്ടെയ്ൻ 0 vector alone. That is null space of T contain 0 vector alone. That is, in other words, null space of T is equal to singleton set 0. And that T is non-singular, which implies T is non-singular. T is non-singular. How we prove that? സിമ്പിൾ. കോൺവേഴ്സ് പാർട്ട് സപ്പോസ് ടി ക്യാരി സിമ്പിൾ. ആ ഒറ്റ വെക്ടറിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ആൽഫ എടുക്കുന്നു. ആ ഒരു പോയിന്റ് മാത്രമേ അവിടെ നമ്മൾ കുറച്ച് ക്രൂഷ്യലായിട്ട് ചിന്തിക്കേണ്ടതുള്ളൂ. സപ്പോസ് ടി ക്യാരീസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് ടു ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് ആണ് ടിയുടെ പ്രോപ്പർട്ടി. അങ്ങനെ ടി ഇൻവെർട്ടിബിൾ ആണ്, അല്ലെങ്കിൽ ടി നോൺ സിംഗുലർ ആണെന്ന് കാണിക്കണം. ലെറ്റ് ആൽഫ ബി എ നോൺ സീറോ വെക്ടർ ഇൻ വി. ഒരു വിയിലെ നോൺ സീറോ വെക്ടർ ആണ് ആൽഫ. നമ്മൾ കൺസിഡർ ചെയ്യുന്നു സെറ്റ് കണ്ടെയ്നിങ് സെറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് 1 വെക്ടർ ആൽഫ. നമുക്കറിയാം then set consisting of 1 vector alpha is linearly independent. ആൽഫയെ മാത്രം കൺസിസ്റ്റ് ചെയ്ത സെറ്റ് എപ്പോഴും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇമേജ് സെറ്റ് ടി ആൽഫ ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അപ്പൊ ടി ആൽഫ ആയിട്ട് 0 വന്നാൽ സിംഗിൾട്ടൺ സെറ്റ് 0 എന്ന് പറഞ്ഞ സെറ്റ് വരും. ടി ആൽഫ 0 ആണെങ്കിൽ സിംഗിൾട്ടൺ സെറ്റ് 0 എന്തായിരിക്കും? ലീനിയർലി ഡിപെൻഡന്റ് ആയി പോകും. പക്ഷെ നമ്മുടെ അസംഷൻ എന്ന് വെച്ചാൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റിനെ ലീനിയർലി ഇൻഡിപെൻഡന്റിലോട്ട് മാത്രമേ മാപ്പ് ചെയ്യത്തുള്ളൂ. ആൽഫ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് ടി ആൽഫ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഇപ്പൊ ടി ആൽഫയ്ക്ക് ഒരിക്കലും 0 ആവാൻ പറ്റൂല. അപ്പൊ ടി ആൽഫ എപ്പോൾ മാത്രമേ 0 ആവത്തുള്ളൂ? ആൽഫ 0 ആണെങ്കിൽ മാത്രമേ ടി ആൽഫ 0 ആവത്തുള്ളൂ. അപ്പൊ സെറ്റ് ഓഫ് ആൾ ആൽഫ അതായത് ടി ആൽഫ 0 എന്ന് പറയുന്നത് എന്ത് മാത്രമേ ഉള്ളൂ? സിംഗിൾട്ടൺ സെറ്റ് 0 മാത്രമേ ഉള്ളൂ. സോ നൾ സ്പേസ് ഓഫ് ടിയുടെ സിംഗിൾട്ടൺ സെറ്റ് 0 മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻസ് എന്ത് മീൻ ചെയ്യുന്നത്? ടി ഈസ് നോൺ സിംഗുലർ. ദിസ് സിംപ്ലീസ് ടി ഈസ് നോൺ സിംഗുലർ. ഓക്കെ, അപ്പോ നമുക്ക് എന്ത് കിട്ടി? ഇമ്പോർട്ടന്റ് ആണ്, ഉറപ്പായിട്ടും വരാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ടി നോൺ സിംഗുലർ ആണെങ്കിൽ ടി ക്യാരീസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് ടു ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ്. മറ്റൊരു രീതിയിൽ പറഞ്ഞ if T carries linearly independent set to linearly independent set, then T is non-singular. Okay, important proof ആണ്. Okay, next ഒരു എക്സാമ്പിൾ ആണ്. Let F be a field. Let F be a field. T be a linear operator on F2. T be a linear operator on F2. T be a linear operator on F2. T be a linear operator on F2.
F2 ലീനിയർ ഓപ്പറേറ്റർ ആണ്. F2 എന്ന് പറയുമ്പോൾ 2x2 ടപ്പിൾസിന്റെ കളക്ഷൻ. T be a linear operator on F2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിന്നെ T ഡിഫൈൻ ചെയ്തേക്കുന്നത് ട്രാൻസ്ഫർമേഷൻ T is defined by T of x1 x2. T of x1 x2 is equal to x1 plus x2 comma x1. T of x1 x2 is defined by x1 plus x2 comma x1. Then നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് then T is non singular. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാം, ലീനിയർ ട്രാൻസ്ഫർമേഷൻ തന്നിട്ട് T നോൺ സിംഗുലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറയാം. then prove that T is non singular. അതാണ് ക്വസ്റ്റ്യൻ. then prove that T is non singular. then prove that T is non singular. T non singular ആണെന്ന് പ്രൂവ് ചെയ്യാം. and find T non singular എന്ന് പറയുമ്പോൾ T non singular ആണെങ്കിൽ അത് ഇൻവെർട്ടിബിൾ ആണ്. find T inverse. Find T inverse. അപ്പം നമ്മുടെ given T എന്താണ്? given T of x1 x2 എന്ന് പറഞ്ഞാൽ x1 plus x2 comma x1 ആണ്. x1 plus x2 comma x1. ഓക്കെ, അപ്പൊ നമ്മള് നൾ സ്പേസ് ഓഫ് ടി കണ്ടുപിടിക്കുക. നൾ സ്പേസ് ഓഫ് ടിയിൽ 0 മാത്രമേ ഉള്ളെങ്കിൽ ടി നോൺ സിംഗുലർ ആവും. സെറ്റ് ഓഫ് ഓൾ x1 x2 such that T of x1 x2 is equal to 0 0. അപ്പൊ T of x1 x2 എന്ന് പറഞ്ഞാൽ എങ്ങനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്? സെറ്റ് ഓഫ് ഓൾ x1 x2. T of x1 x2 ഡിഫൈൻ ചെയ്തേക്കുന്നത് x1 plus x2 comma x1. x1 plus x2 comma x1 is equal to 0 0. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ, അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാം. ഇതോടെ ഇരിക്കട്ടെ. അപ്പൊ x1 plus x2 0 ആണെങ്കിൽ നമുക്കറിയാം x1 plus x2 is equal to 0 and x1 is equal to 0. x1 0 ആയത് x1 plus x2 x1 0 കൊടുത്താൽ then എന്ത് കിട്ടും? x2 is equal to 0 കിട്ടും. അപ്പൊ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന x1 x2 എന്ന് പറഞ്ഞാൽ x1 0 ആണ്, x2 0 ആണ്. അപ്പൊ നൾ സ്പേസ് ഓഫ് ടിയിൽ ആര് മാത്രമേ ഉള്ളൂ? സോ null space of T is equal to set 0 0. null space of T 0 0 മാത്രമേ ഉള്ളെങ്കിൽ T എന്താണ്? സോ T is non singular. ഒന്നുമില്ല, നമ്മൾ മുന്നേ പറഞ്ഞ് ഒന്നും കൂടെ ചെക്ക് ചെയ്തേ ഉള്ളൂ. മുന്നേ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ചെക്ക് ചെയ്യേണ്ടതെന്ന്. T of null space of T എന്ന് പറഞ്ഞാൽ set of all x1 x2 such that T of x1 x2 is equal to 0. x1 x2 T of x1 x2 പകരം അതിന്റെ വാല്യൂ കൊടുത്തു, അത് 0 എന്ന് കിട്ടി. അവിടുന്ന് x1 is equal to ഇവിടെ ഈ സ്റ്റെപ്പിൽ നിന്ന് അത് ഇത് ഇക്വേറ്റ് ചെയ്തു. അപ്പൊ x1 0 ആയി. അതിനുശേഷം ഇത് ഇക്വേറ്റ് ചെയ്തു. x1 plus x2 0 എന്ന് പറയുമ്പോൾ x1 ഇവിടെ കൊടുക്കുമ്പോൾ x2 0 ആയി പോകും. അപ്പോൾ 0 0 ആവുമ്പോൾ മാത്രമാണ് null space of T 0 T of x1 x2 0 ആവുന്നത്. null space of T എന്ന് പറഞ്ഞാൽ സിംഗിൾട്ടൺ സെറ്റ് 0 മാത്രമേ ഉള്ളൂ. സോ T is non singular. ഇനി ഫൈൻഡ് T ഇൻവേഴ്സ് ഉണ്ട്. ഇപ്പൊ നമുക്ക് T12 എന്ന് കാണിക്കണമെങ്കിൽ എനിക്ക് ഇവിടെ T12 ഷോ ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ പ്രൂവ് ചെയ്യാം? T12 ഷോ ചെയ്യാൻ പറഞ്ഞാല് നമ്മള് റേഞ്ച് സ്പേസിൽ എലമെന്റ് എടുക്കുക. Z1 Z2 ബി എനി വെക്ടർ ഇൻ F2. F2 നിന്ന് F2 ട്രാൻസ്ഫർമേഷൻ ആണല്ലോ. റേഞ്ച് സ്പേസ് F2 ആണ്. Z1 Z2 ബി വെക്ടർ ഇൻ F2. F2 ഒരു വെക്ടർ ആയിട്ട് Z1 Z2 എഴുതും. ഓക്കെ, to show that Z1 ഏത് വെക്ടർ എടുത്താലും അത് റേഞ്ച് സ്പേസിൽ ഉണ്ടെന്ന് കാണിച്ചാൽ 1 2 ആയിക്കോളും. show that Z1 Z2 be an element of B in range of T. Z1 Z2 range of T യിൽ ഉണ്ടെന്ന് കാണിക്കാൻ. Z1 Z2 be in range of T. നമുക്ക് എന്ത് കാണണം? അപ്പൊ അതിന്റെ അപ്പം Z1 Z2 മാപ്പ് ചെയ്യുന്ന ഒരു x1 x2 നമ്മുടെ ഡൊമൈൻ ഉണ്ടെന്ന് കാണിച്ചാൽ മതി.
So we must find scalar. We must find scalar x1 and x2 such that എങ്ങനെയാണ് വരുന്നത്? ടി ഓഫ് എക്സ് വൺ എക്സ് ടു എടുക്കുമ്പോൾ എന്ത് വരുന്നത്? ടി ഓഫ് എക്സ് വൺ എക്സ് ടു ഡെഫിനിഷൻ വഴി എക്സ് വൺ പ്ലസ് എക്സ് ടു എന്നാണ്. അപ്പൊ ഇത് എക്സ് വൺ പ്ലസ് ടി ഓഫ് എക്സ് വൺ എക്സ് ടു എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്ത് കിട്ടണം നമുക്ക്? നമുക്ക് ടി ഓഫ് എക്സ് വൺ എക്സ് ടു എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ഇസഡ് വൺ ഇസഡ് ടു കിട്ടണം. ടി ഓഫ് എക്സ് വൺ എക്സ് ടു എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എക്സ് വൺ പ്ലസ് എക്സ് ടു എക്സ് ടു എക്സ് വൺ പ്ലസ് എക്സ് ടു എക്സ് വൺ ആണെന്ന് തോന്നുന്നു. എക്സ് വൺ പ്ലസ് എക്സ് ടു എക്സ് വൺ x1 plus x2 x1 plus x2 x1 is equal to z1 z2 എന്ന് കാണിക്കണം. ഇവിടെ നമുക്ക് എന്താ കാണിക്കേണ്ടത്? that is x1 plus x2 is equal to z1 and x1 is equal to z2 ഇങ്ങനെയാണ് കാണിക്കേണ്ടത്. x1 plus x2 is equal to z2 and x1 is equal to z2. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് കിട്ടി? x1 എന്ന് പറഞ്ഞ ഇംപ്ലീസ് x1 എന്ന് പറഞ്ഞാൽ z2 ആണ്. x2 എന്ന് പറഞ്ഞാലോ x2 എന്ന് പറയുമ്പോൾ z1 മൈനസ് x1 ആണ് കിട്ടുന്നത്. z1 മൈനസ് x1. x1 എന്ന് പറഞ്ഞാൽ z2 ആണ്. z1 മൈനസ് z2 എന്ന് കിട്ടും. x2 എന്ന് പറഞ്ഞാൽ x1 is equal to z2, x2 is equal to z1 minus z2. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി ഏത് z1 z2 എടുത്താലും നമുക്കൊരു x1 ആയിട്ട് z2 കിട്ടും, x2 ആയിട്ട് z1 minus z2 കിട്ടും. അപ്പൊ ഇവിടുത്തെ റേഞ്ച് സ്പേസിലെ ഏത് z1 z2 എടുത്താലും ഡൊമെയിൻ സ്പേസിൽ x1 x2 കിട്ടി. x1 ആയിട്ട് എനിക്ക് കിട്ടിയത് z2 ആണ്, x2 ആയിട്ട് കിട്ടിയത് z1 മൈനസ് z2 ആണ്. അപ്പൊ z2നെ എങ്ങോട്ട് മാപ്പ് ചെയ്യാം? z1ലോട്ടും z1 മൈനസ് z2നെ z2ലോട്ടും മാപ്പ് ചെയ്യാം. അപ്പം ഏത് z1 z2 എടുത്താലും നമുക്ക് കറസ്പോണ്ടിങ് പ്രീ ഇമേജ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. സോ z1 z2 ഇസ് ഇൻ റേഞ്ച് സ്പേസിലുണ്ട്. അപ്പോൾ നമുക്ക് പറയാം, സോ ഫോർ ഈച്ച് z1 z2 in f2 there exists x1 x2 in f2. f2ൽ നിന്ന് f2ലേക്ക് തന്നെയുള്ള ട്രാൻസ്ഫർമേഷൻ ആണ്. such that t of x1 x2 is equal to z1 z2. so t is on 2. അതുകൊണ്ട് t on 2 ആണ്. so t is on 2. അങ്ങനെയാണ് പറഞ്ഞത്. അതായത് നമുക്ക് കാണിക്കേണ്ടത് on2 എന്ന് കാണിക്കേണ്ടത് നമുക്ക് എന്താ കാണിക്കേണ്ടത്? റേഞ്ച് സ്പേസിൽ ഏത് എലമെന്റ് എടുത്താലും ഇവിടെ ഒരു പ്രീ ഇമേജ് ഉണ്ടെന്നല്ലേ കാണിക്കണ്ടേ? അപ്പൊ റേഞ്ച് സ്പേസിൽ ഞാൻ z1 z2 ചൂസ് ചെയ്തു. അപ്പൊ ഇതിലോട്ട് മാപ്പ് ചെയ്യുന്ന ഒരു എലമെന്റ് ഇവിടെ ഉണ്ടെന്ന് കാണിക്കണം. അപ്പൊ അതിനുവേണ്ടി ഞാൻ z2 റേഞ്ച് സ്പേസിൽ നിന്ന് എടുത്തു. അങ്ങനെയാണ് നമ്മൾ പറയുന്നു വി ക്യാൻ ഫൈൻഡ് x1 x2 such that t of x1 x2 is equal to z1 z2 എന്നാണ് കാണിക്കേണ്ടത്. അപ്പൊ നമ്മൾ t of x1 x2 ഡെഫിനിഷൻ കൊടുത്തു. അത് x1 plus x2 x1 എന്ന് പറഞ്ഞാൽ z1 z2 ആണ്. ഇത് സോൾവ് ചെയ്ത് വിടുന്നു. x1നെയും x2നെയും z1ന്റെ z2ന്റെയും ടേബിളിൽ കണ്ടുപിടിക്കണം. കാരണം നമ്മൾ z1 z2 ആണ് നമുക്ക് തരുന്നത്. കറസ്പോണ്ടിങ് ആയിട്ട് z1ന്റെ z2ന്റെയും ടേബിളിൽ x1നെ x2നെ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് x1 plus x2 is equal to z1 and x1 is equal to z2. അപ്പൊ x1 z2 ആണ്. z1 z2 തന്നാൽ x1 കണ്ടുപിടിച്ചു. അപ്പോൾ x2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? z1 minus x1 ആണ്. z1 minus x1 എന്നത് z2 ആണ്. z1 minus z2 എന്നത്. അപ്പൊ x1 is equal to z2, x2 is equal to z1 minus z2. അപ്പൊ z1ന്റെ z2ന്റെയും ടേബിളിൽ x1 x2 കിട്ടി. അപ്പൊ ഏതൊരു z1 z2 എടുത്താൽ നമുക്ക് ഒരു x1 x2 കണ്ടുപിടിക്കാൻ പറ്റും. t of x1 x2 is equal to z1 z2 ആവുകയും ചെയ്തു. സോ t is on 2. ഇനി ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് ഇൻവേഴ്സ് എഴുതുന്ന എപ്പോഴും അങ്ങനെ നമ്മൾ ഡിഗ്രിക്ക് ചെയ്തിട്ടുള്ള. അതായത് ഇപ്പൊ t of xy is equal to സം മാപ്പ് ഇങ്ങനെ x-ന്റെ ഫൈലും ടേബിളിൽ തരിക. അപ്പോൾ ഇവിടെ നമുക്ക് അതിനെ നമുക്കിപ്പോ ഇവിടെ എയുടെയും ബിയിലാണെങ്കിൽ നമുക്ക് t of ab is equal to ഫംഗ്ഷൻ എഴുതാൻ പറ്റണം. ഓക്കെ, അപ്പൊ അത് എപ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യണം. ഇവിടെ ഇപ്പം t of x1 x2 is equal to z1 z2 എന്ന് കിട്ടി. ഇവിടെ എനിക്ക് t of അപ്പം ഇവിടെ എനിക്ക് എന്ത് കിട്ടി? x1 is equal to z2 and x2 is equal to
Z1 minus Z2. അപ്പോ ഓക്കെ, അപ്പൊ നമുക്കറിയാം ടി ഓഫ്, ഇപ്പൊ ഇൻവേഴ്സ് എഴുതണ്ടേ, ടി ഓഫ് x1 x2 is equal to Z1 Z2 ആണെങ്കിൽ ടി ഇൻവേഴ്സ് ഓഫ് Z1 Z2 ആണല്ലോ x1 x2. ഇപ്പൊ ടി ഓഫ് x1 x2 is equal to Z1 Z2 ആണെങ്കിൽ ടി ഇൻവേഴ്സ് ഓഫ് Z1 Z2 ആണ് നമുക്ക് എഴുതേണ്ടത്. ടി ഇൻവേഴ്സ് ഓഫ് Z1 Z2 എന്താണ്? x1 x2 ആണ്. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പൊ ടി ഓഫ് x1 x2 is equal to Z1 Z2. അങ്ങനെയാണെങ്കിൽ ടി ഇൻവേഴ്സ് ഓഫ് Z1 Z2 is equal to x1 x2. x1ന്റെ വാല്യൂ എന്താണ് ഇവിടെ? x1ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? Z2. x1ന്റെ വാല്യൂ Z2. x2ന്റെ വാല്യൂ Z1 minus Z2. x2ന്റെ വാല്യൂ Z1 minus Z2. x2 എന്ന് പറഞ്ഞാൽ Z1 minus Z2. Okay, അപ്പൊ T inverse of Z1 Z2 is equal to Z2 Z1 minus Z2 എന്ന് കിട്ടി. So T inverse is is invertible and the inverse is obtained by Z2, Z1 minus Z2. Okay, അപ്പോൾ നമ്മൾ ഇൻവെർട്ടിബിൾ ആണെന്ന് കാണിച്ചു, ഇൻവേഴ്സ് കണ്ടുപിടിച്ചു. ഓക്കെ, എങ്ങനെയാണ് ഇൻവേഴ്സ് വരുന്നത്? ഇൻവേഴ്സ് ഇപ്പോൾ 1 ആണെന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഇൻവേഴ്സ് എഴുതി. അല്ല, ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുക. ടി ഓഫ് x1 x2 is equal to Z1 x2 എന്ന് കണ്ടുപിടിക്കുക. x1നും ടിയുടെ ഡെഫിനിഷൻ കൊടുക്കുക. അവിടുന്ന് x1 ടി ഡെഫിനിഷൻ കൊടുക്കുമ്പോൾ നമുക്ക് രണ്ട് ഇൻഇക്വാലിറ്റി കിട്ടും. അവിടുന്ന് ഈ x1ഉം x2 Z1ന്റെ Z2ന്റെയും ടേബിൾ കണ്ടുപിടിക്കുക. x1 x2 നമുക്ക് ടി ഇൻവേഴ്സ് ഓഫ് Z1 Z2 ആണ് നമുക്ക് എഴുതേണ്ടത്. അത് x1ന്റെ x2നെ Z1 Z2 ടേബിളിലോട്ട് മാറ്റുക. അതാണ് അതിന്റെ പ്രൊസീജിയർ. ടി ഇൻവേഴ്സ് ഇങ്ങനെയാണ്. If you have any doubt, then you ask me. Okay, this is the way we are finding T inverse. Okay, നമ്മൾ പ്രോബ്ലം വേണമെങ്കിൽ ഇനി ചെയ്യാം. ഓക്കെ, അടുത്ത തിയറം 9. Let V and W be finite dimensional vector space over the field of okay, V and W finite dimensional vector space ആണ്. Okay, or the field of, and the important condition ഉണ്ട് ഇവിടെ, dimension of V equal to dimension of W ആണ്. V യും W യും സെയിം ഡയമെൻഷൻ ആണ്. ഓക്കെ, വിക്ക് W യും സെയിം ഡയമെൻഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ താഴെ പറയുന്ന കണ്ടീഷൻസ് ഉള്ളൂ. If T is a linear transformation from V into W, if T is a linear transformation from V into W, if T is a linear transformation from V into W, the following are equivalent. The following are equivalent. If T is a linear transformation from V into W, then the following are equivalent. Another, T is invertible. T is invertible. T is invertible. രണ്ടാമത്തേത് T is non-singular. T is non-singular. T is non-singular. മൂന്നാമത്തേത് T is onto. T is onto. T is onto.
That is range of T is W. T is onto. Range of T is W. T is onto. Range of T invertible ആണ്, T non singular ആണ്, T onto ആണ്. T invertible ആണ്, T non singular ആണ്, T onto ആണ്. T onto means range of T W ആണ്. ഈ മൂന്ന് കാര്യങ്ങൾ equivalent ആണെന്നാ പ്രൂവ് ചെയ്യേണ്ടത്. It is 1 implies 2, 2 implies 3 അങ്ങനെ. അത് ഡയമെൻഷൻ. അപ്പൊ T from V to W ട്രാൻസ്ഫർമേഷൻ ആണ്. ഡയമെൻഷൻ ഓഫ് V is equal to ഡയമെൻഷൻ ടു W ആയിരിക്കണം. ഇത്രയും കണ്ടീഷൻ ഉണ്ടെങ്കിൽ. T invertible എന്ന് പറഞ്ഞാലും T non singular എന്ന് പറഞ്ഞാലും സെയിം ആണ്. T onto ആണ്. ഓക്കെ, ഡയമെൻഷൻ ഓഫ് V, ഡയമെൻഷൻ ഓഫ് W. T ക്ലിയർ ഓപ്പറേറ്റർ ആണെങ്കിൽ അത് മൂന്നും സെയിം ആണ്. T invertible, T non singular, T is onto. ഇത് മൂന്നും കറക്റ്റ് ആണ്, സെയിം ആണെന്നാ പറയുന്നത്. Okay, the proof. Let n equal to dimension of V equal to dimension of W. Let n equal to dimension of V equal to dimension of W. Let n equal to dimension of V equal to dimension of W. Then rank T plus nullity of T. Then rank of T plus nullity of T is equal to n. Then rank of T plus nullity of T equal to നമുക്കറിയാം dimension. Let n equal to dimension of V plus dimension of V യുടെയും dimension of W യുടെയും dimension V and W have same dimension. Let's take it as n. And by rank nullity theorem, we have the relation rank of T plus nullity of T equal to n. Okay. Okay. ഇനി നമ്മൾ കണ്ടീഷൻ എടുക്കുകയാണ്. സപ്പോസ് T is non singular. T non singular ആണെങ്കിലേ, സപ്പോസ് T is non singular. അപ്പൊ നമുക്കറിയാം now T is non singular. Now T is non singular if and only if. T non singular ആണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു? null space of T യിൽ 0 മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. T is non singular if and only. T non singular if and only if എന്ത് സംഭവിക്കും? T non singular if and only if null space of T is equal to singleton set 0. T non singular ആണെങ്കിൽ null space of T യിൽ 0 മാത്രമേ ഉള്ളൂ. And if null space of T യിൽ 0 മാത്രമേ ഉള്ളെങ്കിൽ by theorem എന്ത് വരും? Then rank of T from 1 ൽ നിന്നും from 1 implies rank T plus nullity of T 0 ആണ്, equal to n. That is rank of T equal to n. അപ്പൊ rank of T എന്ന് പറഞ്ഞാൽ dimension of V യോട് equal ആയി. rank of T, range space dimension of V equal ആയി അല്ലേ? Then range of T, ഇപ്പൊ range of T എന്ന് പറഞ്ഞാൽ W n ആണ്. കാര്യം T from V to correct അല്ലേ? T from V into W ആണ്. T from V into W ആണ്. അത് ഇതിന്റെ റാങ്ക് എന്ന് പറഞ്ഞാൽ റേഞ്ച് സ്പേസ് എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ റാങ്ക് n തന്നെയാണ്. റാങ്ക് ഓഫ് ടി n തന്നെയാണ്. റേഞ്ച് സ്പേസ് എന്ന് പറഞ്ഞാൽ ഈ ഡബ്ല്യൂവിന്റെ സബ്സ്പേസ് ആയിരിക്കും എപ്പോഴും. അല്ല, അത് മാത്രമല്ല ഇതിന്റെ ഡയമെൻഷനും n ആണ്, ഇതിന്റെ ഡയമെൻഷനും n ആണ്. രണ്ടും ഈക്വൽ ആവാനേ പറ്റൂ. റേഞ്ച് സ്പേസ് എപ്പോഴും ഡബ്ല്യൂവിന് സബ്സ്പേസ് ആയിരിക്കും. റേഞ്ച് സ്പേസ് ഈസ് ഓൾവേസ് സബ്സ്പേസ് ആയിരിക്കും. ഡബ്ല്യൂവിന്റെ ഓൾവേസ് സബ്സ്പേസ് ആയിരിക്കും. രണ്ടിന്റെ ഡബ്ല്യൂവിന്റെ ഡയമെൻഷൻ എങ്ങനെയാണ്? എന്നാണ്. റാങ്ക് ഓഫ് ടി എന്ന് പറഞ്ഞ റേഞ്ച് സ്പേസിന്റെ ഡയമെൻഷനും n ആണ്. അപ്പൊ രണ്ടിന്റെ ഡയമെൻഷനും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ റേഞ്ച് സ്പേസ് എന്ത് തന്നെ ആയിരിക്കും? W തന്നെ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? സോ that is range space of T is equal to W. That is range space of T is W. Range space of T is W. Range space of T is W. If and only if അതെപ്പോഴാണ്? rank of T equal to n. rank of T n ആണെങ്കിൽ range space of T W ആയിരിക്കും. nullity of T 0 ആണെങ്കിൽ റാങ്ക് പിന്നെ n ആയിരിക്കും. അപ്പൊ range space of T W തന്നെ ആയിരിക്കും. ഓക്കെ, ഇത്രേ ഉള്ളൂ. നമ്മൾ എന്താ അസ്യൂം ചെയ്തത്? T non singular ആണ് അസ്യൂം ചെയ്തു. അത് നമുക്കറിയാം ഡയമെൻഷൻ ഓഫ് വിയും ഡയമെൻഷൻ W ഈക്വൽ ആണ്. നമ്മളെ n എന്ന് വിളിച്ചു. ഇനി റാങ്ക് നള്ളിറ്റി തിയറം പ്രകാരം T from V to W ആണ്. റാങ്ക് പ്ലസ് നള്ളിറ്റി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് V ആണ്. ഡയമെൻഷൻ ഓഫ് V n ആണ്. സോ റാങ്ക് പ്ലസ് നള്ളിറ്റി ഓഫ് T ഈസ് ഈക്വൽ ടു n. Now T is non singular. T non singular ആണെങ്കിൽ if and only if nullity of T 0 ആയിരിക്കും. So nullity of T equal to 0 കൊടുത്താൽ
റാങ്ക് ഓഫ് ടി പ്ലസ് 0 ഇസ് ഈക്വൽ ടു n കിട്ടും. അപ്പൊ റാങ്ക് ഓഫ് ടി ഈക്വൽ ടു n കിട്ടും. ഓക്കെ, റാങ്ക് ഓഫ് ടി n. റാങ്ക് ഓഫ് ടി n ആണെങ്കിൽ ഈ റേഞ്ച് സ്പേസ് ഡയമെൻഷനെയാണ് റാങ്ക് എന്ന് പറയുന്നത്. റേഞ്ച് സ്പേസ് ഓൾവേസ് സബ് സ്പേസ് ഓഫ് W ആണ്. W ഇൻ ഡയമെൻഷനും റേഞ്ച് സ്പേസിന്റെ ഡയമെൻഷനും ഈക്വൽ ആകുമ്പോൾ ഇത് സംഭവിക്കും, റേഞ്ച് സ്പേസ് W തന്നെ ആവും. അപ്പൊ നള്ളിറ്റി ഓഫ് ടി 0 ആകുമ്പോൾ റാങ്ക് ഓഫ് ടി n ആണ്. റാങ്ക് ഓഫ് ടി ഈക്വൽ ടു n if and only if range space of T is W. Rank of T equal to n if and only if range space of T is W. Okay. അപ്പൊ നമുക്ക് പറയാം, ഇപ്പൊ നമുക്ക് ഇൻ ഷോർട്ട് എന്താ ഇവിടുന്ന് കിട്ടിയത്? ഇൻ ഷോർട്ട് എന്താ നമ്മൾ ഇവിടുന്ന് മനസ്സിലായത്? ഇതിന്റെ ചുരുക്കം എന്താണ്? റാങ്ക് പ്ലസ് നള്ളിറ്റി. സിൻസ് ഇൻ ഷോർട്ട്, സിൻസ് റാങ്ക് പ്ലസ് നള്ളിറ്റി, റാങ്ക് പ്ലസ് നള്ളിറ്റി ഈസ് n. സിൻസ് റാങ്ക് പ്ലസ് നള്ളിറ്റി ഈസ് n. റാങ്കും നള്ളിറ്റിയുടെ കൂട്ടുമ്പോൾ ആറാണ്. നള്ളിറ്റി ഈസ് 0 when the rank is n. റാങ്ക് n ആവുമ്പോൾ നള്ളിറ്റി 0 ആയിരിക്കും. നള്ളിറ്റി ഈസ് 0 when the rank is n. റാങ്ക് n ആവുമ്പോൾ നള്ളിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ റാങ്ക് നള്ളിറ്റി ചേർക്കുന്നു അല്ലേ? റാങ്ക് പ്ലസ് നള്ളിറ്റി n ആണെങ്കിൽ നള്ളിറ്റി 0 ആണെങ്കിൽ റാങ്ക് എന്തായിരിക്കും? n ആയിരിക്കും. അത്രേ പറഞ്ഞോളൂ. സിൻസ് റാങ്ക് പ്ലസ് നള്ളിറ്റി n ആയതുകൊണ്ട് നള്ളിറ്റി 0 ആകുമ്പോൾ റാങ്ക് എന്തായിരിക്കും? n ആയിരിക്കും. Therefore, അപ്പൊ നള്ളിറ്റി 0 എന്ന് പറഞ്ഞാൽ T നോൺ സിംഗുലർ. ദാറ്റ് ഈസ് T is non singular. T is non singular if and only if range space of T is equal to W. Range space of T is W. അങ്ങനല്ലേ മനസ്സിലായത്? അതായത് T നോൺ സിംഗുലർ ആണെങ്കിൽ, T നള്ളിറ്റി 0 ആണെങ്കിൽ റാങ്ക് n ആയിരിക്കും. നള്ളിറ്റി 0 when rank is n. അപ്പൊ നള്ളിറ്റി 0 എന്ന് വെച്ചാൽ T നോൺ സിംഗുലർ. റാങ്ക് n എന്ന് പറഞ്ഞാൽ റേഞ്ച് സ്പേസ് W എന്ന് വരിക. ഇവിടെ പറഞ്ഞല്ലോ, റാങ്ക് n എന്ന് പറഞ്ഞാൽ റേഞ്ച് സ്പേസ് W എന്ന് വരിക. അപ്പൊ T നോൺ സിംഗുലർ if and only റേഞ്ച് സ്പേസ് ഇസ് W. അപ്പൊ നമുക്ക് റേഞ്ച് സ്പേസ് W എന്ന് പറഞ്ഞാൽ T ഓൺ ടു, അതല്ലേ അർത്ഥം? റേഞ്ച് സ്പേസ് W മീൻസ് T ഓൺ ടു. റേഞ്ച് സ്പേസ് W മീൻസ് T is on to, അല്ലേ? T on to ആകുമ്പോൾ എല്ലാ എലമെന്റിനും ഇമേജ് ഉണ്ട്. അപ്പൊ ഫുൾ T ഓഫ് അതാണല്ലോ റേഞ്ച് സ്പേസ് ഫുൾ വരുമ്പോഴാണല്ലോ T on to എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇവിടെ ചുരുക്കി പറഞ്ഞ therefore, അപ്പൊ T is non singular, range space is W. That is T is on, that is T is non singular if and only if എന്ത് is non singular if and only if T is on to. If and only if T is on to. Okay. T non singular ആണെങ്കിൽ ഓൾറെഡി നമുക്ക് കിട്ടി. അപ്പം ഇവിടെ 2 implies 3 കിട്ടി. T നോൺ സിംഗുലർ if and only. പിന്നെ നമുക്ക് ഓൾറെഡി അറിയാം T നോൺ സിംഗുലർ ആകുമ്പോൾ T on to ആവും. പിന്നെ T നോൺ സിംഗുലർ എന്ന് പറയുമ്പോൾ T ഇൻവെർട്ടിബിൾ ആണ്. T 1 ആണ്. T 1 on to ആണെങ്കിൽ T ഇൻവെർട്ടിബിൾ ആവും. അപ്പം ഇനി നമുക്ക് 2 implies 1 പ്രൂവ് ചെയ്യണമെങ്കിൽ, T implies 1 പ്രൂവ് ചെയ്യണമെങ്കിൽ, അതായത് 3 implies 1 പ്രൂവ് ചെയ്യണമെങ്കിൽ T on to ആണെങ്കിൽ T നോൺ സിംഗുലർ ആണ്. T നോൺ സിംഗുലർ ആണെങ്കിൽ നോൺ സിംഗുലർ ആകുമ്പോൾ അത് നോൺ സിംഗുലർ തന്നെയാണ് 1 അപ്പൊ പിന്നെന്തോ ആയി? T ഇൻവെർട്ടിബിൾ ആയി. സോ കാര്യം T നോൺ സിംഗുലർ മീൻസ് T 1 ആണ്. T 1 ആണ്, T on to ആയി. ഇപ്പൊ T ഇൻവെർട്ടിബിൾ ആയി ബൈ ഡെഫിനിഷൻ. അപ്പൊ നമുക്കറിയാം if either 2 or 3 satisfied, then either 2 or 3 satisfied. 2 or 3 ഉണ്ടെങ്കിൽ എന്ത് പറയും? 2, 3 ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 2 ഉണ്ടെങ്കിൽ T നോൺ സിംഗുലർ. നമുക്കറിയാം 2 ഉണ്ടെങ്കിൽ T നോൺ സിംഗുലർ ആണ്. T നോൺ സിംഗുലർ ആണെങ്കിൽ T ഓൺ ടു ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. if and only if ആണ്. T നോൺ സിംഗുലർ ആണെങ്കിൽ if implies T on to ആണ്. നോൺ സിംഗുലർ എന്ന് വെച്ചാൽ 1 നോൺ സിംഗുലർ ആകുമ്പോൾ 1 ആണ്. അപ്പൊ 1 on to ആണ്, T ഇൻവെർട്ടിബിൾ ആണ്. തിരിച്ച് T on to ആണെങ്കിൽ T നോൺ സിംഗുലർ ആവും. അപ്പോഴും on to 1 കിട്ടും. അപ്പോഴും T ഇൻവെർട്ടിബിൾ ആവും. അപ്പൊ 2 or 3 ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ 3 is also satisfied. If 2 or 3 is either holds ഏതെങ്കിലും ഒന്ന് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, either 2 or 3 holds, അങ്ങനെ either 2 or 3 holds, ഏതെങ്കിലും ഒന്ന് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ then T is invertible. കാര്യം
1 1 and on T is 1 1 and on 2 implies 1 1 on 2 implies 1 1 and on 2 implies T invertible. ഓക്കെ, ഏതോ 2 3 ഏതെങ്കിലും ഉണ്ടെങ്കിൽ 3 എന്താവും? 1 1 on 2 ആവും. 2 ഉണ്ടെങ്കിൽ 1 1 ആയി, 2 ഉണ്ടെങ്കിൽ 2 implies 3 ആണെന്ന് പ്രൂവ് ചെയ്തു. 2 ഉണ്ടെന്ന് അസ്യൂം ചെയ്താൽ 3 ഓൾറെഡി ഹോൾഡ് ചെയ്യും, 2 3 ഹോൾഡ് ചെയ്യും. അപ്പോൾ 1 1 on 2 ആയി T invertible ആയി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രൂഫ്, ഇതിന്റെ പ്രൂഫ്. ഓക്കെ ഓക്കെ, ഇവിടെ നമ്മൾ 2 implies 3 പ്രൂവ് ചെയ്യുന്നു. ഇപ്പൊ 2 ഉണ്ടെങ്കിൽ 3 കിട്ടി, 1 1 on 2 ആയി T invertible ആയി. അത്രേ ഉള്ളൂ, പ്രൂഫ് എളുപ്പമാണ്. പ്രൂഫ് 2 implies 3യുടെ എളുപ്പമാണ്, ഞാൻ പറഞ്ഞു. റാങ്ക് പ്ലസ് നള്ളിറ്റി n ആണ്. അപ്പൊ T നോൺ സിംഗുലർ ഇഫ് ആൻഡ് ഓൺലി നള്ളിറ്റി ഓഫ് T 0 ആണ്. സോ റാങ്ക് ഫുൾ റാങ്ക് ഉണ്ട്. സോ T ഫ്രം റാങ്ക് ഓഫ് T n വന്നു. മനസ്സിലായില്ലേ? ഞാൻ കുറെ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. അതായത് റാങ്ക് ഡയമെൻഷൻ ഓഫ് V ഡയമെൻഷൻ ഓഫ് W n ആണ്. സോ റാങ്ക് പ്ലസ് നള്ളിറ്റി ഈസ് ഈക്വൽ ടു n ആണ്. നൗ T ഈസ് നോൺ സിംഗുലർ, നമുക്കറിയാം T നോൺ സിംഗുലർ ആണെങ്കിൽ നൾ സ്പേസ് ഓഫ് T 0 മാത്രമേ ഉള്ളൂ. അപ്പൊ റാങ്ക് പ്ലസ് 0 ഈസ് ഈക്വൽ ടു n, ദെൻ റാങ്ക് n വരും. ഇനി റാങ്ക് n ആണ്. T ഫ്രം V ടു W ആണെങ്കിൽ റേഞ്ച് സ്പേസ് എപ്പോഴും W സബ് സ്പേസ് ആണ്. W ഡയമെൻഷൻ n ആണ്, റേഞ്ച് സ്പേസും ഡയമെൻഷനും n ആണ്. So range space of T, range space of T is W. Range space of T എന്താവും? W ആവും. If and only if rank equal to n. ഇനി അതായത് നമുക്ക് പറയാം nullity is 0 when rank is n. Nullity is 0 എന്ന് വെച്ചാൽ T is invertible non singular if rank is n. Rank n എന്ന് പറഞ്ഞാൽ range space W ആകുമ്പോൾ, range space W എന്ന് പറയുമ്പോൾ T on 2. That is T is non singular if and only if T is on 2. ഇനി ഡയമെൻഷൻ ഓഫ് ബിയും ഡയമെൻഷൻ ഓഫ് ഡബ്ല്യൂ ഈക്വൽ ആണെങ്കിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റൂ. ഡയമെൻഷൻ ഓഫ് ബിയും ഡയമെൻഷൻ ഓഫ് ഡബ്ല്യൂ ഈക്വൽ ആയതുകൊണ്ടാണ് നമുക്കിവിടെ ഡയമെൻഷൻ ഓഫ് ബി എൻ ആയതുകൊണ്ടാണ് ഇവിടെ എൻ വന്നത്. ഡയമെൻഷൻ ഡബ്ല്യൂയും കൂടെ എൻ ആയതുകൊണ്ടാണ് നമുക്കിവിടെ റാങ്ക് ഓഫ് ടിയും എൻ തന്നെ വന്നത്. റാങ്ക് ഓഫ് ടി എൻ വന്നപ്പോൾ അതെന്തായത്? ഓൺ ടു ആയത്. രണ്ടിന്റെ സെയിം റാങ്ക് ഓഫ് ടി എൻ വരുമ്പോൾ ഓൺ ടു ആവണം, അല്ലെങ്കിൽ രണ്ട് ഡബ്ല്യൂ ഡയമെൻഷൻ വേറെ ആയിരുന്നെങ്കിൽ പറ്റൂലായിരുന്നു. അപ്പൊ ഇത് ഉപയോഗിക്കണമെങ്കിൽ ഈ കണ്ടീഷൻ ഇഫ് ആൻഡ് ഓൺലി പറയണമെന്നുണ്ടെങ്കിൽ ടി ഇൻവെർട്ടിബിളും ടി നോൺ സിംഗുലറും ടി ഓൺ ടു സെയിം ആണെന്ന് പറയണമെങ്കിൽ സെയിം സ്പേസിൽ നിന്ന് സെയിം സ്പേസിലോട്ടായിരിക്കണം അതിന്റെ മാപ്പ് പോകുന്നത്. ഓക്കെ, അതായത് we cannot use the theorem, we can't use the result except the presence of finite dimensionality. Finite dimension ആണെങ്കിൽ റാങ്കിനുള്ള പേര് ഉപയോഗിക്കാൻ പറ്റും. Dimensionality and dimension of V equal to dimension of W. ഈ രണ്ട് കണ്ടീഷനും ഇല്ലാതെ നമുക്ക് ഈ തിയറം എന്ത് ചെയ്യാൻ പറ്റില്ല, ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി പറയുന്നതാണ് ഈ 1 2 3 ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഈ 1 2 3 കൂടാതെ നമുക്ക് രണ്ട് കണ്ടീഷനും ഇവിടുന്ന് പ്രൂവ് ചെയ്യാണ്. അതിനോട് ഈ 1 2 3യോട് ഇക്വലന്റ് ആയിട്ടുള്ള രണ്ട് കണ്ടീഷനൂടെ പറയാണ്. കണ്ടീഷൻ 4 ആയിട്ട് if alpha 1 alpha 2 etc alpha n alpha 1 alpha 2 etc alpha n is a basis for V. If alpha 1 alpha 2 etc alpha n is a basis for V. If alpha 1 alpha 2 etc alpha n is a basis for V, then T alpha 1 T alpha 2 etc T alpha n T alpha 1 T alpha 2 etc T alpha n is a basis for W. അതായത് ഓൾറെഡി നമ്മൾ പറഞ്ഞു ടി നോൺ സിംഗുലർ ആണെങ്കിൽ ആൽഫ 1 ആൽഫ 2 ആൽഫ n ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ടി ആൽഫ 1 ടി ആൽഫ 2 ടി ആൽഫ n ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറഞ്ഞു. ഇനി ഇവിടെ ടി ഫ്രം ഡബ്ല്യൂ ആണ്. ഡയമെൻഷൻ ഓഫ് വി ഡയമെൻഷൻ ഓഫ് ഡബ്ല്യൂ ഈക്വൽ ആണ്.
മറ്റ് 3 കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതുമായിട്ട് ഇക്വലന്റ് ആണ് ഈ കണ്ടീഷൻ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഫസ്റ്റ് തിയറം നമ്പർ 9 കൂടെ തന്നെ രണ്ട് സ്റ്റേറ്റ്മെന്റ് കൂടെ എക്സ്ട്രാ പറയുമോ, ഇത് 3 കൂടാതെ 2 സ്റ്റേറ്റ്മെന്റ് കൂടെ. ഈ കണ്ടീഷൻ നമ്മുടെ ഉണ്ട്. വിയും ഡബ്ല്യൂയും വെക്ടർ സ്പേസ് ആണ്, 5 ഡയമെൻഷണൽ ആണ്, ഡയമെൻഷൻ ഓഫ് വിയും ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ഈക്വൽ ആണ്, ഡയമെൻഷൻ ഓഫ് വിയും ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു കണ്ടീഷൻ ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ടി ആൽഫ 1 ടി ആൽഫ 2 എക്സെട്ര ടി ആൽഫ 1 ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. സെറ്റ് ടി ആൽഫ 1 ടി ആൽഫ 2 എക്സെട്ര ടി ആൽഫ എന്നും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് നമുക്കറിയാം, ബേസിസ് ആണെന്ന്. ആൽഫ 1 ആൽഫ 2 ആൽഫ n ബേസിസ് ആണെങ്കിൽ ടി ആൽഫ 1 ടി ആൽഫ 2 എക്സെട്ര ടി ആൽഫ എന്നും ബേസിസ് ആണെന്ന്. ഒരെണ്ണം കൂടി ഉണ്ട്. there is some basis alpha 1 alpha 2 etc alpha n for v such that t alpha 1 t alpha 2 t alpha n is a basis for w. There is some basis alpha 1 alpha 2 etc alpha n for v such that t alpha 1 t alpha 2 t alpha n is a basis for w. There is some basis alpha 1 alpha 2 etc alpha n for v such that t alpha 1 t alpha 2 t alpha n is a basis for w. നമുക്ക് ബേസിസ് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ മറ്റേതിന് പകരം ഇങ്ങനെ പറഞ്ഞാലും മതി. There is some basis alpha 1 alpha 2 etc alpha n for v such that t alpha 1 t alpha 2 t alpha n is a basis for w. രണ്ട് സ്റ്റേറ്റ്മെന്റ് കൂടെ പ്രൂവ് ചെയ്യണം. മറ്റേതുമായിട്ട് ഇക്വലന്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഓക്കെ. ഇനി നമ്മൾ വേറൊരു രീതിയിൽ ഈ 1 മുതൽ 5 വരെയുള്ള കണ്ടീഷൻസ് വീണ്ടും പ്രൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ 2 ഇംപ്ലൈസ് 3 പറഞ്ഞ്, പിന്നെ അത് 2 3 ഉണ്ടെങ്കിൽ 1 ഉണ്ടെന്ന് പറഞ്ഞു. ഇത് കൂടാതെ മറ്റൊരു രീതിയിൽ 1 ഇംപ്ലൈസ് 5, ഈ 5 എണ്ണവും കൂടെ ഒരുമിച്ച് പ്രൂവ് ചെയ്യാൻ പറ്റാൻ ഇങ്ങനെ പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് 1 ഇംപ്ലൈസ് 2, 1 ഇംപ്ലൈസ് 2. 1 എന്താ, വേറെ രീതിയിലുള്ള പ്രൂഫാണ്. 1 ഇംപ്ലൈസ് 2. 1 എന്ന് പറഞ്ഞാൽ ടി ഇൻവെർട്ടിബിൾ ആണെങ്കിൽ ടി നോൺ സിംഗുലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവാം. ടി ഫ്രം വി ടു ഡബ്ല്യു ആണ്, ഡയമെൻഷൻ ഓഫ് പി ഈക്വൽ ടു ഡൈ. അപ്പൊ നമുക്ക് എന്താ പ്രൂവ് ചെയ്യാൻ പോകുന്നത്? ടി ഇൻവെർട്ടിബിൾ ആണെങ്കിൽ ടി നോൺ സിംഗുലർ ആണ്. ടി ഇൻവെർട്ടിബിൾ ഇംപ്ലൈസ് ടി നോൺ സിംഗുലർ ആണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അറിയാവുന്നത് ടി ഫ്രം വി ടു ഡബ്ല്യു ആണ്. പിന്നെന്താ അറിയാം, വി ആൻഡ് ഡബ്ല്യു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ്. ഡയമെൻഷൻ ഓഫ് വി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടി ഇൻവെർട്ടിബിൾ ആണെങ്കിൽ ടി നോൺ സിംഗുലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഇത് രണ്ടും ഇതിന്റെ കേസിൽ ട്രിവിയൽ ആണ്. ടി ഇൻവെർട്ടിബിൾ ആണെങ്കിൽ ടി നോൺ സിംഗുലർ ആണെന്ന് പറയുന്നതിൽ ഇൻവെർട്ടിബിൾ നോൺ സിംഗുലർ എന്ന് പറയാൻ 1 1 ആണ്. അപ്പൊ ഇൻവെർട്ടിബിൾ എന്ന് വെച്ചാൽ 1 1 ആൻഡ് ഓയിൻ 2 ആണ്. പിന്നെ 1 1 അത് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ട്രിവിയൽ ആണ്. അത് വീണ്ടും അത്രേ ഉള്ളൂ, ട്രിവിയൽ ആണ്. അതായത് ഇൻവെർട്ടിബിൾ ബോത്ത് 1 1 ആൻഡ് ഓയിൻ 2. പിന്നെ നോൺ സിംഗുലർ ആണ്. ഓക്കെ, അടുത്ത പ്രൂവ് ചെയ്യാൻ പോകുന്നത് 2 ഇംപ്ലൈസ് 3 നോൺ സിംഗുലർ. ഓക്കെ, അപ്പൊ അത് ടി നോൺ സിംഗുലർ ആണെങ്കിൽ ടി ഓൺ ടു ആണെന്ന് ഇംപ്ലൈസ് ടി ഈസ് ഓൺ ടു. ടി നോൺ സിംഗുലർ ആണെങ്കിൽ ടി ഓൺ ടു ആണെന്ന്. ഓക്കെ, suppose t is non-singular. Suppose t is non-singular.
സപ്പോസ് ടി ഈസ് നോൺ സിംഗുലർ, ടി 1 ആണെന്ന് കാണിക്കണം. ലെറ്റ് alpha 1, alpha 2, etc. alpha n be a basis for b. ബിയുടെ ഒരു ബേസ് എടുത്തു, alpha 1, alpha 2, etc. alpha n. Let alpha 1, alpha 2, etc. alpha n be a basis for b. അപ്പൊ നമുക്കറിയാം, നമ്മുടെ മുന്നേ പഠിച്ച തിയറം പറയുന്നത് ടി നോൺ സിംഗുലർ ആണെങ്കിൽ ബേസിലോട്ടായിരിക്കും മാപ്പ് ചെയ്യുന്നത്. അപ്പൊ ആൽഫ 1, ആൽഫ 2, etc. ആൽഫ n ബേസിസ് ആണെങ്കിൽ ടി ആൽഫ 1, ടി ആൽഫ 2, etc. ടി ആൽഫ n എന്ന് പറഞ്ഞാൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് ആയിരിക്കും. സോ ആൽഫ 1, ആൽഫ 2, ആൽഫ n ബേസിസ് മീൻസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. സോ സിൻസ് ടി ഈസ് നോൺ സിംഗുലർ, ബൈ എ തിയറം പറയുന്നത് എന്താണ്? നോൺ സിംഗുലർ ആണെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റിലേക്കായിരിക്കും മാപ്പ് ചെയ്യുന്നത്. ടി ഈസ് നോൺ സിംഗുലർ ആയതുകൊണ്ട് ബൈ എ തിയറം ടി ആൽഫ 1, ടി ആൽഫ 2, etc. ടി ആൽഫ n ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. Then ടി ആൽഫ 1, ടി ആൽഫ 2, etc. ടി ആൽഫ n is a linearly independent set of vectors in W. Okay. And since dimension of W എത്രയാണ്? n ആണ്. ഇത് ടി ആൽഫ 1, ടി ആൽഫ 2, ടി ആൽഫ എന്ന് പറയുന്ന n വെക്ടർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഡയമെൻഷൻ n ആയതുകൊണ്ട് ഇത് ഈ n വെക്ടർ അതിനെ സ്പാൻ ചെയ്യുകയും ചെയ്യും. ടി ആൽഫ 1, ടി ആൽഫ 2, ടി ആൽഫ എന്ന് പറഞ്ഞ n വെക്ടർ, ഡബ്ല്യൂവിന്റെ ഡയമെൻഷൻ n ആണ്. n വെക്ടർ ഉണ്ട്, ആ ഡയമെൻഷൻ n ആണെങ്കിൽ ഈ n വെക്ടർ ഉപയോഗിച്ച് നമുക്ക് ഡബ്ല്യൂവിനെ സ്പാൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റും ആണ്, സ്പാനും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ടി ആൽഫ 1, ടി ആൽഫ 2, ടി ആൽഫ n എന്താവും? ബേസിസ് ആവും. So the set of vectors t alpha 1, t alpha 2, etc. t alpha n, t alpha 1, t alpha 2, etc. t alpha n is a basis for W. Wന്റെ ബേസിസ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡബ്ല്യുവിന്റെ ബേസിസ് ആണെങ്കിൽ ഡബ്ല്യൂയിലുള്ള ഏത് വെക്ടർ എടുത്താലും ഇതിനെ ഈ എലമെന്റിന്റെ ലീനിയർ കോമ്പിനേഷൻ എഴുതാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് there are scalars. നമുക്ക് സ്കെയിലാർസ് C1, C2, etc. Cn കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് ഞാൻ ലീനിയർ കോമ്പിനേഷൻ എടുക്കുന്നു. ഇത് ബേസിസ് ആയതുകൊണ്ട് സം ബീറ്റ is equal to linear combination C1 into T alpha 1 plus C2 into T alpha 2 plus etc. Cn into T alpha. The linear transformation എവിടെ T of C1 alpha 1 plus T of C2 alpha 2 plus T of Cn alpha എന്ന് എഴുതാം. അതുപോലെ ഇവിടുന്ന് കിട്ടും ചേർത്ത് എഴുതിയ T of C1 alpha 1 plus C2 alpha 2 plus etc. Cn alpha. അപ്പം ബീറ്റ എന്ന് പറഞ്ഞ T of this ആണ്, this വെക്ടർ ആണ്. ഓക്കെ, ബീറ്റ ഇൻ W എടുത്താൽ ബീറ്റ ഇൻ W എടുത്താൽ ഒരു ഡബ്ല്യൂവിലെ ഒരു വെക്ടർ ബീറ്റ എടുത്താൽ ബീറ്റ ഇൻ W എടുത്താൽ നമുക്ക് ബീറ്റയെ T of C1 alpha 1 plus C2 alpha 2 plus Cn alpha എന്ന് എഴുതാൻ പറ്റും. ഇനി ആൽഫ 1, ആൽഫ 2, ആൽഫ ഒക്കെ വിയിലുണ്ട്, വിയുടെ ബേസ് ആണ്. അങ്ങനെയാണെങ്കിൽ ബേസിസ് ലീനിയർ കോമ്പിനേഷൻ ഈ വെക്ടർ സ്പേസ് ആൽഫയും ബീറ്റ ഉണ്ടെങ്കിൽ സമ്മും എപ്പോഴും വെക്ടർ സ്പേസിൽ കാണും. അപ്പോഴാണെങ്കിൽ C1 alpha 1 plus C2 alpha 2 plus Cn alpha വെക്ടർ സ്പേസിൽ കാണും. അപ്പം വിയിലുള്ള ഒരു എലമെന്റിന്റെ ഇമേജ് ആയിട്ട് ഡബ്ല്യൂയിലുള്ള എലമെന്റ് എഴുതാൻ പറ്റും. ഡബ്ല്യൂയിലെ ഒരു എലമെന്റ് ആർബിട്രറി ആയിട്ട് ഞാൻ ചൂസ് ചെയ്തപ്പം അതിനെ വിയിലുള്ള എലമെന്റിന്റെ ഇമേജ് ആയിട്ട് എഴുതാൻ പറ്റി. അതിന്റെ അർത്ഥം എന്താ? ബീറ്റ എവിടെയുണ്ട്? റേഞ്ച് സ്പേസ് ഓഫ് ടിയിലുണ്ട്. Beta in range space of T. That is, beta is in range space of T. Beta belongs to range space of T. അതായത് അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്താ? T 1 ആണ് അല്ലെ? കാര്യം ഡബ്ല്യൂയിലുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഡബ്ല്യൂയിലുള്ള നമ്മൾ ഡബ്ല്യു ആണെങ്കിൽ ഡബ്ല്യൂയിലുള്ള ഏതൊരു എലമെന്റ് ബീറ്റ ചൂസ് ചെയ്തപ്പോഴും അതിനെ എനിക്ക് ബിയിലുള്ള ഒരു എലമെന്റിന്റെ ഇമേജ് ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്.
ഇങ്ങനത്തെ ഏത് എലമെന്റിനും ഇവിടെ ഒരു പ്രീ ഇമേജ് ഉണ്ട്. ഞാൻ ഇവിടെ ഒരു ബീറ്റ എടുത്തപ്പം കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് C1 ആൽഫ 1 പ്ലസ് C2 ആൽഫ 2 പ്ലസ് Cn ആൽഫ കണ്ടുപിടിക്കാൻ പറ്റി. അത് ബിയിലുള്ള എലമെന്റ്. അപ്പം ഡബ്ല്യൂയിലുള്ള ഏത് എലമെന്റ് എടുത്താലും നമുക്ക് അതിലോട്ട് മാപ്പ് ചെയ്യുന്ന ഒരു എലമെന്റ് വെക്ടർ സ്പേസ് ബിയിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതിന്റെ അർത്ഥം T is on to. That is T is on to. മനസ്സിലായോ? നമുക്ക് LT തിയറി ഉപയോഗിക്കാതെ നമ്മൾ പ്രൂവ് ചെയ്തു എന്ത് T നോൺ സിംഗുലർ ആണെങ്കിൽ T is നോൺ സിംഗുലർ implies T is on to. അങ്ങനെ സിമ്പിൾ ആണ് പ്രൂഫ്. നമുക്ക് ഒന്നുകൂടെ നോക്കാം. നമ്മൾ എന്താ ചെയ്തത്? ഈ നോൺ സിംഗുലാറിന് എടുത്തു. അതിന്റെ ഈ ബിയിൽ നിന്ന് ഡബ്ല്യൂയിലോട്ട് പോകുന്ന മാപ്പാണ് ടി. അപ്പം ബിയുടെ ഒരു വെക്ടർ ബേസ് എടുത്തു, ആൽഫ 1 ആൽഫ 2 ആൽഫ. അങ്ങനെയാണെങ്കിൽ ടി നോൺ സിംഗുലർ ആയതുകൊണ്ട് ടി ആൽഫ 1 ടി ആൽഫ 2 ടി ആൽഫ എന്ന് പറയുന്നത് ഡബ്ല്യുവിന്റെ ബേസിസ് ആയിരിക്കും. ഇനി ഇത് എൻ വെക്ടർ ഉണ്ട്, ഡബ്ല്യുവിന്റെ ഡയമെൻഷനും എൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എൻ വെക്ടർ ഡബ്ല്യുവിനെ സ്പാൻ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ടി ആൽഫ 1 ടി ആൽഫ 2 ടി ആൽഫ എന്ന് പറയുന്നത് ഡബ്ല്യുവിന്റെ ബേസിസ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡബ്ല്യൂയിലുള്ള ഏത് എലമെന്റ് എടുത്താലും എനിക്ക് ഈ ടി ആൽഫ 1 ടി ആൽഫ 2 ടി ആൽഫ എന്നിന്റെ ഇയർ കോമ്പിനേഷൻ എടുക്കാൻ പറ്റും. എന്നിട്ട് ബീറ്റ ഡബ്ല്യൂയിലുണ്ടെന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ബീറ്റ ഇസ് ഈക്വൽ ടു C1 ടി ആൽഫ 1 പ്ലസ് C2 ടി ആൽഫ 2 പ്ലസ് Cn ടി ആൽഫ എന്ന് എഴുതാൻ പറ്റും. ഇനി ലീനിയർ മാപ്പിന്റെ പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നു. ടി ഓഫ് C1 ടി ആൽഫ 1 മീൻസ് ടി ഓഫ് C1 ആൽഫ 1 പ്ലസ് ടി ഓഫ് C2 ആൽഫ 2 പ്ലസ് ടി ഓഫ് Cn ആൽഫ. ദാറ്റ് ഈസ് ടി ഓഫ് C1 alpha 1 plus C2 alpha 2 plus Cn alpha n. That is, since alpha 1, alpha 2, etc. alpha n in vector space V, their linear combination also belongs to vector space V. So, ഈ ബിയിലുള്ള ഒരു എലമെന്റിന്റെ ഇമേജ് ആയിട്ട് ബീറ്റ എഴുതാൻ പറ്റി. ബീറ്റ റേഞ്ച് സ്പേസ് ഓഫ് ടിയിലുണ്ട്. സോ ഡബ്ല്യൂയിലുള്ള ഏത് എലമെന്റ് ബീറ്റ ചൂസ് ചെയ്താലും ബീറ്റ ക്യാൻ ബി റിട്ടേൺ ആസ് ആൻ എലമെന്റ് ഇമേജ് ഓഫ് വെക്ടർ സ്പേസ് വി. അതായത് ഡബ്ല്യൂയിലുള്ള ഏതൊരു എലമെന്റിനും പ്രീ ഇമേജ് എനിക്ക് ബിയിൽ കണ്ടുപിടിക്കാൻ പറ്റി. ഇതിന്റെ അർത്ഥം എന്താണ്? ടി ഈസ് ഓൺ ടു. അപ്പൊ ടി ഇൻവെർട്ടിബിൾ ആണെങ്കിൽ ടി ഓൺ ടു ആയിരിക്കും. ടി നോൺ സിംഗുലർ ആണെങ്കിൽ ടി ഓൺ ടു ആയിരിക്കും. അടുത്ത മാപ്പ് പ്രൂവ് ചെയ്യേണ്ട എന്താണ്? ടി ഓൺ ടു ആണെങ്കിൽ ഇതിന്റെ പ്രൂവ് ചെയ്യേണ്ട 3 implies 4 ആണ്. ടി ഈസ് ഓൺ ടു implies is on to implies P carries, then theorem statement P carries basis to basis. T maps basis to basis. T maps basis of V to basis of W. അല്ലേ? ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ ഇൻ ബേസിസ് ഓഫ് V ആണെങ്കിൽ ഇത് ടി ആൽഫ 1 ടി ആൽഫ 2 എക്സെട്ര ടി ആൽഫ ഇൻ ബേസിസ് ഓഫ് W ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ ഓക്കെ, അപ്പൊ അതിന്റെ പ്രൂഫ് നോക്കാം. assume T is on to. Assume T is on to. T on to ആണെന്ന് assume ചെയ്തു. Okay, assume T is on to. ഇനി if alpha 1, alpha 2, etc. alpha n be any basis of V. V any basis of V. Alpha 1, alpha 2, etc. alpha n any basis of V. അങ്ങനെയാണെങ്കിൽ ഇത് വെക്ടർ, ഏത് വെക്ടർ? അങ്ങനെയാണെങ്കിൽ ഇത് വെക്ടേഴ്സ് ആൽഫ 1 ആൽഫ 2 ബേസിസ് ആണ്. then the vectors T alpha 1 T alpha 2 etc. T alpha എന്ന് പറയുന്നത് എത്ര വെക്ടർ ഉണ്ട്? n വെക്ടർ ഉണ്ട്. അപ്പൊ n വെക്ടർ എടുത്തതുകൊണ്ട് നമ്മുടെ n വെക്ടർ ആണ്, ഡയമെൻഷൻ ഓഫ് W n ആണ്. അങ്ങനെയാണെങ്കിൽ n വെക്ടർ അതിനെ എന്ത് ചെയ്യും? സ്പാൻ ചെയ്യും. എത്രയാണോ ഡയമെൻഷൻ അത്രയും വെക്ടർ എടുത്താൽ അതിനെ സ്പാൻ ചെയ്യാൻ പറ്റും. So then the vectors T alpha 1 T alpha 2 etc. T alpha n span range space of T. Range space of T is span ചെയ്യും. Span range space of T. T alpha 1 T alpha 2 etc. T alpha n range space of T is span ചെയ്യും. Okay, since range space of T is span ചെയ്യും, since dimension of W is equal to n. Since dimension of W equal to n. അപ്പം ഓക്കെ, നമുക്ക് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് പണ്ട് കഴിഞ്ഞ വെക്ടർ സ്പേസ് പ്രൂവ് ചെയ്തുകൊണ്ട് n വെക്ടർ സ്പാൻ ചെയ്യുമെങ്കിൽ ഡയമെൻഷൻ n ആണെങ്കിൽ n വെക്ടർ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും അല്ലേ? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും.
അത്ര വെക്ടറുകൾ. n വെക്ടറുകൾ നമ്മുടെ ബേസിസിൽ n വെക്ടറാണ് ഉള്ളത്. അത്രയും എലമെന്റുകളുള്ള ഒരു സ്പാൻ സെറ്റ് കണ്ടുപിടിക്കാൻ പറ്റിയ ആ സെറ്റിനായിരിക്കും ബേസിസ് ആവുക. അപ്പൊ ആ സെറ്റുകൾ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവും. അതായത് ഡയമെൻഷൻ ഓഫ് WN ആണ് ഈ Wനെ T∝1 T∝2 എക്സെട്ര T∝n സ്പാൻ ചെയ്യും. സോ ദീസ് n വെക്ടേഴ്സ് എത്രയാണ് W ഡയമെൻഷൻ അത്ര വെക്ടറുകളുണ്ട്, അത് സ്പാൻ ചെയ്യുന്നുണ്ട്. സോ ദീസ് n വെക്ടേഴ്സ് ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ്. സോ these n vectors are linearly independent. These n vectors are linearly independent. ഈ വെക്ടറുകൾ സ്പാൻ ചെയ്യുകയും ചെയ്യുന്നത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവുന്നുണ്ട്. സോ അതെന്തായിരിക്കും? ബേസ് ആയിരിക്കും. സോ T∝1 T∝2 etc. T∝n is a basis for W. അതായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്. T12 ആണെങ്കിൽ α1 α2 etc. α n ബേസിസ് ആണെങ്കിൽ T∝1 T∝2 etc. T∝n ബേസിസ് ഫോർ W ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് 4 ഇംപ്ലൈസ് 1 പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. 4 ഇംപ്ലൈസ് 5 അതല്ലേ സെയിം സ്റ്റേറ്റ്മെന്റ് അല്ലേ? 4 ഇംപ്ലൈസ് 5 പ്രൂവ് ചെയ്യേണ്ട പറയുന്നത് 4 പറയുന്നത് എന്താ? if α1 α2 is a basis for V ആണെങ്കിൽ T∝1 T∝2 and T∝n basis for W ആണ്. അതല്ലേ പറഞ്ഞേക്കുന്നത്? രണ്ട് സെയിം ആണ്. അപ്പൊ അത് രണ്ടും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് 5 ഇംപ്ലൈസ് 6 1 കൂടെ പ്രൂവ് ചെയ്യണം. അതായത് suppose there is some basis, in the α1 α2 αn for V, α1 α2 etc. αn for V, such that suppose there is some basis α1 α2 etc. αn for V, such that നമ്മൾ assume that T∝1 T∝2 etc. T∝n is a basis for W. അപ്പം suppose there is basis for W. Suppose there is some basis α1 α2 etc. αn for V, such that T∝1 T∝2 T∝n is a basis for W. അതായത് α1 α2 etc. αn basis for V ആണ്. അതിന്റെ ഇമേജ് ആയിട്ടുള്ള T∝1 T∝2 etc. T∝n basis ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പ്രൂവ് ചെയ്യണം? T ഇൻവെർട്ടിബിൾ പ്രൂവ് ചെയ്യണം. അപ്പൊ α1 α2 etc. αn ബേസിസ് ആണെങ്കിൽ അതിന്റെ ഇമേജ് T∝1 T∝2 etc. T∝n ബേസിസ് ആണെങ്കിൽ T ഇൻവെർട്ടിബിൾ കാണിക്കണം. ഓക്കെ, T ഇൻവെർട്ടിബിൾ കാണിക്കാൻ നമുക്ക് നോക്കാം. ഈ നോൺസ് 1 നമുക്ക് കാണിക്കാം. ഓക്കെ, നമുക്കുള്ള കണ്ടീഷൻ since T∝1 T∝2 etc. T∝n basis for W ആണ്. since T∝1 T∝2 etc. T∝n basis ആയതുകൊണ്ട് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും, സ്പാൻ ചെയ്യുകയും ചെയ്യും. since T∝1 T∝2 T∝2 etc. T∝n spans W നെ സ്പാൻ ചെയ്യുന്നുണ്ട്. Okay, so it is clear that range of T is W. ഇതെല്ലാം കൂടെ സ്പാൻ W ആണ്. So range of T is W. So it is clear that T∝1 T∝2 etc. T∝n ന്റെ സ്പാൻ ആണ് W എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ സ്പാൻ ചെയ്യുമ്പോൾ W കിട്ടും. അതായത് T-യുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ W ആണ്. That is clear that range of T is W. It is clear that range of T is W. Okay. If but range of T W എന്ന് പറയുമ്പോൾ എന്ത് കിട്ടി? range of T W എന്ന് പറയുമ്പോൾ T12 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് T12 എന്ന് കിട്ടി. T11 കൂടെ കാണിച്ചാൽ മതി. That is T is 12. T∝1 T∝2 etc. T∝n W നെ സ്പാൻ ചെയ്യുന്നുണ്ട്. range of T W ആയിരിക്കും. T is 12 ആണ്. ഇനി T11 കൂടി കാണിക്കണം.
ഓക്കെ, ഇഫ് ഒരു വെക്ടർ ആൽഫ എടുത്തു, ഇഫ് ആൽഫ ഈക്വൽ ടു C1 ആൽഫ 1 പ്ലസ് C2 ആൽഫ 2 പ്ലസ് എക്സെട്ര Cn ആൽഫ n, if alpha equal to C1 alpha 1 plus C2 alpha 2 plus Cn alpha n. Okay, is in null space of T. ഈ ആൽഫ എന്ന് പറയുന്ന വെക്ടർ null space of T ഉണ്ടെന്ന് ഇരിക്കട്ടെ. ഇങ്ങനെ ആൽഫ 0 എന്ന് കാണിച്ചാൽ മതി. If alpha equal to C1 alpha 1 plus C2 alpha 2 plus Cn alpha n, null space of T ഉള്ളത് is in null space of T. Is in null space of T. ഈ ആൽഫ എന്ന് പറയുന്ന വെക്ടർ null space of T ഉണ്ടെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ T of alpha എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ T of alpha, then T of alpha is equal to 0. T of alpha എന്ന് പറഞ്ഞാൽ T of C1 alpha 1 plus C2 alpha 2 plus Cn alpha n equal to 0 ആയിരിക്കും. അപ്പോൾ ട്രാൻസ്ഫർമേഷൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിക്കുമ്പോൾ C1 into T of alpha 1 plus C1 into T of alpha 1 plus C2 into T of alpha 2 plus Cn into T of alpha n is equal to 0. പക്ഷേ T ആൽഫകളെല്ലാം എന്താണ്? T1, T alpha 1, T alpha 2, T alpha എന്നുകളെല്ലാം ബേസിസ് ആണ്. സോ T alpha 1 എക്സെട്ര T alpha എന്ന് പറയുന്നത് ബേസിസ് ആണ്. ഇറ്റ്സ് എ ബേസിസ്. അതുകൊണ്ട് തന്നെ അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. ഇംപ്ലീസ് ദേ ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ്. ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് അവരുടെ ഇപ്പോൾ ദേ ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ്. ദേ ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സ്കെയിലാറുകളെല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും. ദാറ്റ് ഈസ് C1 ഈക്വൽ ടു C2 ഈക്വൽ ടു Cn ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. T alpha 1, T alpha 2, T alpha n എല്ലാം 0 ആയതുകൊണ്ട് C1, C2, Cn എല്ലാം 0 ആയിരിക്കും. സോ അപ്പോൾ ആൽഫ എന്ത് വരും? ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? C1 alpha 2 plus C2 alpha 2 plus Cn alpha n. അപ്പോൾ ഈ C1, C2, Cn എല്ലാം 0 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? Then alpha is equal to 0. 0 into alpha 1. So then alpha is equal to 0. അതായത് T alpha, that is alpha, that is നമ്മൾ എന്താ പ്രൂവ് ചെയ്തത്? That is if alpha is in null space of T, then alpha equal to 0. Alpha null space of T ഉണ്ടെങ്കിൽ alpha 0 ആണ്. അപ്പോൾ null space of T എന്ന് പറഞ്ഞാൽ സിംഗിൾട്ടൺ 0 മാത്രമേ ഉള്ളെന്ന് കാണിച്ചു. അപ്പോൾ എന്ത് കാണിച്ചു? T is non singular എന്ന് കാണിച്ചു. T is non singular എന്ന് കാണിച്ചു. Also we have proved that T is also we have proved that T is onto. അപ്പോൾ എന്തായി? Is which implies T is invertible. ഓക്കെ, എന്താണ് കാണിച്ചത്? T onto ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് suppose there is some basis alpha 1, alpha 2, etc. alpha n for V, such that T alpha 1, T alpha 2, T alpha n is a basis for W. Alpha 1, alpha 2, etc. alpha n basis for V ആണ്. Implies T alpha 1, T alpha n is also basis for V. W. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം T alpha 1, T alpha 2, T alpha n W നെ സ്പാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ range of T W ആയിരിക്കും. അപ്പോൾ T onto ആയിരിക്കും. If alpha equal to C1 alpha 1 plus C2 alpha 2 plus Cn alpha n ആണ്. അങ്ങനെയാണെങ്കിൽ ആ ആൽഫ നൾ സ്പേസ് ഓഫ് T ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആൽഫ 0 എന്ന് കാണിച്ചാൽ മതി. ഇപ്പോൾ നൾ സ്പേസ് ഓഫ് T 0 മാത്രമേ ഉള്ളതായിരിക്കും. അപ്പോൾ ഞാൻ T ഓഫ് ആൽഫ എടുത്തു. T ഓഫ് ആൽഫ എടുക്കുമ്പോൾ T ഓഫ് C1 ആൽഫ 1 പ്ലസ് C2 ആൽഫ 2 പ്ലസ് Cn ആൽഫ n. ലീനിയറിന്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് C1 T ആൽഫ 1, C2 T ആൽഫ 2, Cn T ആൽഫ n 0. അപ്പോൾ ഈ T ആൽഫ 1, T ആൽഫ 2, T ആൽഫ n ബേസിസ് ആണ്. അങ്ങനെയാണെങ്കിൽ അവ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ സ്കെയിലാറുകളെല്ലാം 0 ആയിരിക്കും. ഇവിടെ സ്കെയിലാറുകളെല്ലാം 0 ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? C1, C2, Cn ഒക്കെ 0 ആണെന്ന് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആൽഫ 0 ആണെന്ന് കിട്ടി. ഇപ്പം നൾ സ്പേസ് ഓഫ് Tയിൽ ആൽഫ ഉണ്ടെങ്കിൽ അത് T ആൽഫ 0 ആണെന്ന് കിട്ടി. പിന്നെ നൾ സ്പേസ് ഓഫ് Tയിൽ 0 മാത്രമേ ഉള്ളൂ. അപ്പോൾ T നോൺ സിംഗുലർ ആണെന്നും കിട്ടി, T onto ആണെന്നും കിട്ടി. അപ്പോൾ T ഇൻവെർട്ടിബിൾ ആയിരിക്കും. ഇതാണ് 5 കണ്ടീഷൻസ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ ഗ്രൂപ്പിന്റെ ഡെഫിനിഷൻ ഉണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ് ഗ്രൂപ്പിന്റെ ഡെഫിനിഷൻ. നിങ്ങൾ ഗ്രൂപ്പ് തിയറിയിൽ പഠിക്കുന്നുണ്ട്. ഗ്രൂപ്പിന്റെ ഡെഫിനിഷൻ എന്താണ്? ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തില്ല. ഗ്രൂപ്പിന്റെ ഡെഫിനിഷൻ എന്ന് വെച്ചാൽ ഒരു സെറ്റ് G ഗ്രൂപ്പ് ആവണമെങ്കിൽ ഒരു നോണമിന്റെ സെറ്റ് വേണം. അവിടെ ഒരു ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ വേണം. പിന്നെ സ്റ്റാർ ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി വേണം. എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് വേണം. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെയുള്ള സെറ്റ് വിത്ത് ബൈനറി ഓപ്പറേഷൻ. ആ ഓപ്പറേഷനിൽ 4 പ്രോപ്പർട്ടി ഉണ്ടെങ്കിലാണ് അത് ഗ്രൂപ്പ് ആവുന്നത്. ഓക്കെ,
പിന്നെ കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അറിയാം, അത് എന്താണ് കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എ ബി സിക്കൽ ടു ബി ആയിരിക്കണം, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പിനെ നമ്മൾ അബീലിയൻ ഗ്രൂപ്പ് എന്ന് വിളിക്കും. ഓക്കെ, ഫീൽഡ് ഒരു കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പാണ്. ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ആ സെക്ഷൻ. ഞാൻ അടുത്ത സെക്ഷൻ ചെറിയ സെക്ഷൻ ആണ്. ഞാൻ അടുത്ത സെക്ഷൻ ഒരു 5-10 മിനിറ്റ് മാത്രം മതി ഐസോമോർഫിസം പറയേണ്ട സെക്ഷൻ. അപ്പൊ ആ സെക്ഷനും 1-2 ക്വസ്റ്റ്യനും കൂടി അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇതിന്റെ 1-2 ക്വസ്റ്റ്യനും കൂടി. ഓക്കെ.